Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹായ് ഓൾ, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിമാൻഡ് ഫോർ മണി തിയറീസിന്റെ രണ്ടാമത്തെ പോർഷൻ ആണ്. അപ്പൊ ഈ രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി ആണ്. അപ്പൊ കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പഠിക്കേണ്ടത് ഈ കെനീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറയുന്ന തിയറിയാണ്. അപ്പം കെയ്ൻസിന്റെ ഡിമാൻഡ് ഫോർ മണി തിയറി എന്ന് പറയുന്നത് എന്താണ്? ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിനെയാണ് നമ്മൾ കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഈ കെനീഷ്യൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഡിഗ്രി പോലുള്ള ക്ലാസ്സസിലൊക്കെ നമ്മൾ പല കൈൻഡ് ഓഫ് മോട്ടീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ, ഒരു ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സാംസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കുറെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷനെ ബേസ് ചെയ്ത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണീനെ ബേസ് ചെയ്തിട്ടുള്ള കെയ്ൻസിന്റെ കുറെ ഐഡിയാസ് കുറച്ച് ട്രിക്കിയാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ആദ്യം തൊട്ടേ നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രമാണ് ഈ ഒരു ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിലും നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള ഈ ഒരു കെനീഷ്യൻ തിയറീസിന്റെ നോളജ് ഉണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് കെയ്ൻസ് ക്ലാസിക്കൽസിനെ ക്രിട്ടിസൈസ് ചെയ്ത, അല്ലെങ്കിൽ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണീനെ കെയ്ൻസ് ക്രിട്ടിസൈസ് ചെയ്ത മേജർ ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ദ മെയിൻ thrust ഓഫ് കെനീഷ്യൻ ക്രിറ്റിസിസം ഓഫ് ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി വാസ് ഡയറക്റ്റഡ് അറ്റ് ഹിസ് കൺക്ലൂഷൻ ദാറ്റ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ഈസ് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് എ ഫ്രീ മാർക്കറ്റ് എക്കോണമി. അപ്പൊ കെയ്ൻസ് ഏറ്റവും ആദ്യം ഈ ക്ലാസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഐഡിയാസിനെ ക്രിട്ടിസൈസ് ചെയ്ത രണ്ട് പോയിന്റ്സ് ആണ്. ഒരിക്കലും വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ക്വാണ്ടിറ്റി തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വെലോസിറ്റി ഓഫ് മണി എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, അതെന്ത് ചെയ്യാം, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ക്ലാസിക്കൽസ് പറഞ്ഞു, നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്ലാസിക്കൽസിന്റെ പെർസ്പെക്റ്റീവില് ഏതാണ്, ഒരു മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ്. അവിടെ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഉണ്ടാകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ഏതാണ്, സം ടൈംസ് ഉണ്ടാകുന്നതാണ്. നോർമൽ സ്റ്റേറ്റിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ആണ് ഒരു എക്കോണമിയിൽ ഉണ്ടാകുക. അപ്പൊ ഈ രണ്ട് പോയിന്റുകളെ, ക്ലാസിക്കൽസിന്റെ ഈ രണ്ട് ഐഡിയാസിനെയാണ് ആര്, കെയ്ൻസ് ക്രിട്ടിസൈസ് ചെയ്തത്. ഒന്നാമത്തെ ഐഡിയ വെലോസിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എന്തല്ല, കോൺസ്റ്റന്റ് അല്ല, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുപോലെ തന്നെ
ഫുൾ എംപ്ലോയ്മെന്റ് അല്ല അവിടുത്തെ ഇക്വിലിബ്രിയം, അവിടെ അണ്ടർഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം, ഇൻവോളണ്ടറി അണ്ടർഎംപ്ലോയ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസസ് അവിടെയുണ്ട്. കെയ്ൻസ് ബിലീവ് ദാറ്റ് velocity of circulation was volatile and there often existed underemployment of the resources due to recessionary condition in the economy. അപ്പം ഓരോ എക്കോണമിയിലും അവിടെ എന്ത് സംഭവിക്കാം? റിസഷൻസ് സംഭവിക്കാനുള്ള ചാൻസസ് അവിടെ കൂടുതലാണ്. അപ്പം എല്ലായ്പ്പോഴും ഫുള്ളി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ക്ലാസിക്കൽ എക്കണോമിക്സ് ബിലീവ് പീപ്പിൾ ഓൺലി ഹോൾഡ് മണി ടു ബൈ തിങ്സ് and the amount depends upon their income. Keynes said people also hold money for safety or as a investment choice. അപ്പൊ ഇനിഷ്യലി നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽസ് ഐഡിയാസിൽ അവിടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പർപ്പസിനും സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറയുന്ന പർപ്പസിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനറലി നമ്മൾ സംസാരിച്ചാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ മാത്രമാണ് എന്ത് ഫംഗ്ഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുക? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പർപ്പസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ കെയ്ൻസ് പറയുന്നത് ഈ ട്രാൻസാക്ഷൻ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ മണി ഉപയോഗിക്കുന്നത്. എന്താ? സേഫ്റ്റി അല്ലെങ്കിൽ പ്രിക്കോഷണറി പർപ്പസിന് വേണ്ടിയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചോയ്സ് അതായത് സ്പെക്കുലേറ്റീവ് മോട്ടീവ്സിന് വേണ്ടിയും മണി എന്ത് ചെയ്യാറുണ്ട്? ആളുകൾ കീപ്പ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ മണി ഡിമാൻഡിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ മണി ഡിമാൻഡ് ചെയ്യുന്ന മണി ആളുകൾ ആവശ്യപ്പെടുന്നതിന്റെ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽസ് പറഞ്ഞ ശരിയാണ്. ഏതാണ്? ട്രാൻസാക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പർപ്പസ്. ഇനി കെയ്ൻസ് ഇതിലേക്ക് രണ്ട് മോട്ടീവ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, പ്രിക്കോഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും. അപ്പൊ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി പർപ്പസ് അല്ലെങ്കിൽ ഒരു കണ്ടിജുവൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ചോയ്സുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സേർട്ടൈൻ മണി എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യും അല്ലെ. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു അഡീഷണൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സേഫ്റ്റി നീഡിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രാൻസാക്ഷൻ പർപ്പസിനോ അല്ലാതെ നമ്മുടെ കയ്യിൽ കുറച്ച് എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഒരു ഷെയർ മാർക്കറ്റിൽ ഈ പറയുന്ന ഇക്വിറ്റീസിന്റെ പ്രൈസ് കുറയുന്നു അല്ലെങ്കിൽ കമ്പനീസിന്റെ ഷെയർസിന്റെ പ്രൈസ് കുറയുന്നു. അപ്പൊ നമുക്കൊരു അനാലിസിസ് അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടായി ഇപ്പൊ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഈ പ്രൈസസ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇപ്പൊ അത് മേടിച്ചിടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം? ഒരു എക്സസ് ഫണ്ട് കാണും. ഈ ഫണ്ട് ഒരിക്കലും നമ്മുടെ ട്രാൻസാക്ഷനോ പ്രിക്കോഷനോ വേണ്ടി മാറ്റിവെച്ചതായിരിക്കില്ല. അപ്പം ഇൻവെസ്റ്റ്മെന്റ് പർപ്പസുകൾക്ക് വേണ്ടി അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സെർട്ടൈൻ എമൗണ്ട് പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് വിളിക്കുക. അപ്പം ക്ലാസിക്കൽസിന്റെ ഐഡിയാസിലേക്ക് രണ്ട് അഡീഷണൽ മോട്ടീവ്സ് കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കെയ്ൻസ് ആഡ് ചെയ്തിരിക്കുന്ന ആ രണ്ട് അഡീഷണൽ മോട്ടീവാണ് പ്രിക്കോഷണറി മോട്ടീവും അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവും. ഇനി അതുപോലെ തന്നെ ക്ലാസിക്കൽ ഐഡിയാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഈ പറയുന്ന പോലെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ മണി ഡിമാൻഡ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻകം ആണ് പ്രൈമറി ഡിറ്റർമിനന്റ് ഓഫ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ട്രാൻസാക്ഷൻ മോഡ് അല്ലെങ്കിൽ ഡിമാൻഡ് മണി ഡിമാൻഡിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഇൻകം ആണ്. ഇൻകം കൂടിയ ഡിമാൻഡ് ഫോർ മണി കൂടും, ഇൻകം കുറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി കുറയുമെന്ന് നമ്മൾ കണ്ട ഏതാണ്? നമ്മൾ ആ ഇൻകം വേർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടതാണ്. ഓക്കെ, ദെൻ holding money means missing out on earning interest from asset like bonds. When the interest rates are high, people hold less money because they prefer earning more from bonds. If people have more money than they needed, they spend it on goods or invest it things like bonds. If they need more money than they have, they cut spending or സെല്ലിംഗ് അസറ്റ് ലൈക്ക് ബോൺസ് ടു ഗെറ്റ് ക്യാഷ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ മണി ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകളുണ്ട്. അതായത് ഒരാള് മണി കൂടുതലായിട്ട് കയ്യിൽ കീപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകാം. നമ്മൾ മണി കയ്യിൽ കൂടുതൽ പിടിക്കുമ്പോൾ എന്താണ്? ഈ മണി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യുന്ന അസറ്റ് ബൈ ചെയ്യായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്പനീസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ ബോണ്ടുകൾ നിങ്ങൾ മേടിച്ചു വെച്ചിരുന്ന എന്ത് ചെയ്താണ്? നിങ്ങൾക്ക് ഇതിന് റിട്ടേൺ കിട്ടിയേനെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയിരുന്നത്. പക്ഷെ നമ്മൾ മണി ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അതിന് റിട്ടേൺ കിട്ടില്ല. അപ്പം ഒരു വ്യക്തി മണി ഹോൾഡ് ചെയ്യുന്നതിന് അയാൾക്കുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരു വ്യക്തി അയാളുടെ കൈവശം മണി ഐഡിയൽ ആയിട്ട് അല്ലെങ്കിൽ മണി ചുമ്മാ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
അയാൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ മണി കീപ്പ് ചെയ്തേ പറ്റൂ. നമുക്ക് എന്ത് ചെയ്യണം? ഡേ ടു ഡേ ആയിട്ടുള്ള നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് എന്ത് ചെയ്യണം? അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ പ്രിക്കോഷണറി നീഡ്സിന് സെർട്ടൈൻ എമൗണ്ട് നമുക്ക് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഇല്ല, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്. അപ്പൊ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഒരുപാട് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെ നമ്മൾ പറയുന്ന സ്പെക്കുലേറ്റീവ് പർപ്പസ് എന്ന് പറയുന്ന ആ ഹോൾഡ് ചെയ്യുന്ന മണിയാണ്. ഈ മണി നമ്മൾ കയ്യിൽ പിടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ പിന്നെയും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണ്, പക്ഷെ എന്നിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ മണി കയ്യിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചാണ് ഈ ഒരു എമൗണ്ടിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത്. അതിനെയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ആർ ഹൈ, people hold less money because they prefer earning more from bonds. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിരിക്കുമ്പോൾ ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അവര് മണി ആയിട്ട് കീപ്പ് ചെയ്യത്തില്ല. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്. അപ്പൊ അവര് മണി ആയിട്ട് കയ്യിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹൈ ആണ്. അതായത് ഇവർക്കുണ്ടാകുന്ന നഷ്ടം കൂടുതലാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആ. അപ്പം മണി ഹോൾഡ് ചെയ്യാതെ വേറെ ഏതെങ്കിലും ഇൻകം ഏർണിംഗ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയതുകൊണ്ട്. ഇനി if people have more money than they need, they spend it on goods or invest in things like bonds. അപ്പൊ ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ മണി അവരുടെ കയ്യിലുണ്ട്, മണി സപ്ലൈ കൂടുതൽ, അവർക്ക് ആവശ്യമുള്ള മണിനേക്കാളും കൂടുതൽ മണി അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ അത് യൂസ് ചെയ്യും, അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അത് ഏതെങ്കിലും ഇതുപോലെ ഇൻകം ഏൺ ചെയ്യുന്ന അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ അവർക്ക് മണി കൈവശമില്ല, അവരുടെ ആവശ്യത്തിനുള്ള ട്രാൻസാക്ഷൻ പർപ്പസിനോ പ്രിക്കോഷണറി പർപ്പസിനോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫണ്ട് അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ഒന്നെങ്കിൽ അവരുടെ സ്പെൻഡിങ് കുറയ്ക്കും, അല്ലെ? അവരുടെ എനിക്ക് ഇൻകം കുറയുവാണ്, അല്ലെങ്കിൽ എന്റെ ആവശ്യത്തിനുള്ള പൈസ എനിക്കില്ല, അപ്പൊ എന്റെ സ്പെൻഡിങ് ഞാൻ കുറയ്ക്കും. അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഡിസ്ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ബോണ്ടുകളെ ഞാൻ എന്താ ചെയ്യും? പ്രൈസ് ആയിട്ടും മണിയായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. അപ്പം ഈ രീതിയിലാണ് മാർക്കറ്റിലെ ആക്ഷൻസ് നടത്തുക. അപ്പൊ ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ ഇത് പറയുന്നത്, കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഏറ്റവും ജനറൽ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി മണി അധികമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ മണി ഹോൾഡ് ചെയ്താൽ അയാൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചാണ് ആളുകൾ മണി കീപ്പ് ചെയ്യണോ അതോ ബോണ്ട് കീപ്പ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണ്, അതിന്റെ അർത്ഥം ഞാൻ മണി കീപ്പ് ചെയ്താൽ എനിക്കുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലാണ്. മണി കീപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടത്തില്ല? അവിടെ ഒരു ഏണിംഗ് ഉണ്ടാകുന്നില്ല. മണി ഐഡിയൽ ആയിട്ട് കീപ്പ് ചെയ്യാണ്. അതിന്റെ അകത്ത് എന്താ ബെനിഫിറ്റ്? എനിക്ക് വേണമെങ്കിൽ എന്താ ലിക്വിഡ് ആയിട്ട് മണി കയ്യിലുണ്ടെന്ന് വെക്കാം. പക്ഷെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കുമ്പോൾ ആൾക്കാർ ഒരിക്കലും മണി ആയിട്ട് കൂടുതൽ എമൗണ്ട് കീപ്പ് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? ഇൻകം ഏൺ ചെയ്യുന്ന ബോണ്ട് പോലുള്ള അസറ്റുകളിൽ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഇനി അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എന്താണ് അർത്ഥം? ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ അതിനർത്ഥം എന്താ? ഞാൻ മണി കീപ്പ് ചെയ്താലും എനിക്ക് വലിയ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒന്നുമില്ല, വലിയ നഷ്ടമൊന്നുമില്ല. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആകുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം? ഞാൻ മണി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാന്നുള്ള എക്സ്പെക്ടേഷനിലാണ് വരിക. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, എ മോണിറ്ററി തിയറി ട്രൈസ് ടു ഷോ ഹൗ ചേഞ്ചസ് ഇൻ ദി എമൗണ്ട് ഓഫ് മണി അഫക്ട് ദി എക്കോണമി including income, production, job and prices. Keynes theory says that when the money supply changes, it impact interest rate, which then decide how much business invest, influencing the economic activity and price level. The Keynesian theory of interest rate. Keynes believed that quantity of money play a key role in determining the rate of interest, and he structured his theory to highlight that role. Contrary to the classical economics view, he explained that there was no any direct and proportionate relationship between the quantity of money and price level. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കെയ്ൻസിന്റെ ഐഡിയാസിലേക്ക് വരുമ്പം കെയ്ൻസ് ഇവിടെ പറയുന്നത് എന്താണ്? എക്കോണമിയിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തിനെ അഫക്ട് ചെയ്യുന്ന? ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യുന്ന. അല്ലാതെ ക്വാണ്ടിറ്റി തിയറി പറഞ്ഞ പോലെ, ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി പറഞ്ഞ പോലെ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡയറക്റ്റ് ആൻഡ് പ്രപ്പോർഷൻ റിലേഷൻഷിപ്പ് എങ്ങോട്ട് കൊണ്ടുവരുന്നില്ല? പ്രൈസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നില്ല.
പ്രൈസ് ലെവലിനെ മണി സപ്ലൈ ഉണ്ടാകുന്ന ചേഞ്ച് അഫക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അഫക്ട് ചെയ്യുന്നത്. മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന എന്തിനെയാണ്? ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്തിലേക്ക് മൂവ് ചെയ്യുന്നത്? പ്രൈസ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം മണി സപ്ലൈയിൽ ചേഞ്ച് ഉണ്ടാകുന്നു, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മണി സപ്ലൈ ചേഞ്ച് ചെയ്യുമ്പോൾ അതെന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാകുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതനുസരിച്ച് ഇൻകവും പ്രൈസ് ലെവലും റൈസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ മണി സപ്ലൈ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. ഇൻട്രസ്റ്റ് റേറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? മണി സപ്ലൈ കൂടിയാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ അതെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആളുകൾ നാഷണൽ ഇൻകം റൈസ് ചെയ്യുന്നു. അപ്പൊ നാഷണൽ ഇൻകം റൈസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി അത് പ്രൈസ് ലെവലിലേക്കും മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻവെസ്റ്റ്മെന്റിനെയും ഔട്ട്പുട്ടിനെയും അഫക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കൽ ഡൈക്കോട്ടമിനെയും മണി ന്യൂട്രാലിറ്റിനെയും ആര് റിജക്ട് ചെയ്തു? കെനീഷ്യൻസ് റിജക്ട് ചെയ്തിരിക്കുക ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ക്ലാസിക്കൽസ് പറഞ്ഞിരിക്കുന്ന മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരിക്കലും റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യത്തില്ല. അത് ഏതായിരുന്നു റിയൽ വേരിയബിൾ? നമ്മൾ ഈ പറയുന്ന നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഇൻകവും എംപ്ലോയ്മെന്റും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ എന്താണ്? റിയൽ വേരിയബിൾസ് ആണല്ലേ. അപ്പൊ റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യില്ലെന്നായിരുന്നു ക്ലാസിക്കൽസ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കെയ്ൻസ് പറയുന്നത് എന്താണ്? മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ചേഞ്ച് എന്തിനെ അഫക്ട് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യും. അത് ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യും. അങ്ങനെ പ്രൈസ് ലെവലിലും ചേഞ്ച് കൊണ്ടുവന്നു. മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ക്ലാസിക്കൽ ക്വാണ്ടിറ്റി തിയറി പറഞ്ഞ പോലെ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് അല്ല. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഹി ഷോഡ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദ മണി സപ്ലൈ ഇൻഡയറക്ട്ലി അഫക്ട് ദ പ്രൈസ് ലെവൽ ത്രൂ ഇറ്റ്സ് എഫക്ട് ഓൺ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? മണി സപ്ലൈ റൈസ് ചെയ്യുന്നു. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെയിം റിലേഷൻഷിപ്പ്. മണി സപ്ലൈ റൈസ് ചെയ്യുന്നു, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിക്രീസ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആ. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ്മെന്റ് റൈസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഗ്രഗേറ്റ് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുന്നു. അഗ്രഗേറ്റ് ഡിമാൻഡ് റൈസ് ചെയ്യുന്നു. അഗ്രഗേറ്റ് ഡിമാൻഡ് റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകവും പ്രൈസ് ലെവലും അവിടെ എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഏതാണ്? മണി സപ്ലൈയും റിയൽ വേരിയബിൾസും അല്ലെങ്കിൽ മണി സപ്ലൈ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റ് വഴി എങ്ങനെയാണ് റിയൽ വേരിയബിൾസിനെ അഫക്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രൈസ് ലെവലിനെയും അഫക്ട് ചെയ്യുക എന്നുള്ളത് കെയ്ൻസ് ഈ ഒരു ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻസ് വഴി കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക എന്തൊക്കെ ക്ലാസിക്കൽസിനെ എന്തൊക്കെയാ? ക്ലാസിക്കൽ ഡൈക്കോട്ടമീനെ റിജക്ട് ചെയ്തു, മണി ന്യൂട്രാലിറ്റിനെ റിജക്ട് ചെയ്തു, ക്വാണ്ടിറ്റി തിയറിനെ കെയ്ൻസ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും അവിടെ ഒരു പ്രപ്പോർഷൻ, ഡയറക്റ്റ് ആൻഡ് പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് അല്ല എന്തുള്ളത്? മണി സപ്ലൈയും പ്രൈസ് ലെവലും ഉള്ളത്. അവർ തമ്മിലുള്ളത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ആ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് വഴിയാണ് ആ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഓക്കെ, ദ കീ സിംപ്ലിഫിക്കേഷൻ ഇൻ കെയ്ൻസ് തിയറി ഈസ് ടു അസ്യൂം ദാറ്റ് ഓൾ ഫൈനാൻഷ്യൽ അസറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. അപ്പൊ കെയ്ൻസിന്റെ ഐഡിയ അനുസരിച്ച് ഫൈനാൻഷ്യൽ അസറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ്? മണി ആയിട്ടും ഓൾ നോൺ മോണിറ്ററി അസറ്റ്സ്, അതായത് മണി അല്ലാതുള്ള എല്ലാ നോൺ മോണിറ്ററി അസറ്റ്സിനെയും കെയ്ൻസ് വിളിച്ച എന്താ? ബോണ്ട് എന്നാ വിളിച്ചിരുന്നത്, ബോൺസ് എന്നാ വിളിച്ചിരുന്നത്. അതായത് അതിനകത്ത് എല്ലാ ഐറ്റംസും വരും. നമ്മൾ ഈ കാലങ്ങളിൽ സംസാരിക്കുന്ന ഇക്വിറ്റി ആയിക്കോട്ടെ, ഇക്വിറ്റീസ് ആയിക്കോട്ടെ, ബോണ്ട് ആയിക്കോട്ടെ, ഇനിയുള്ള പല എല്ലാ കൈൻഡ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും കെയ്ൻസ് എല്ലാത്തിനും കൂടെ ചേർന്ന് മണിയും ഓൾ നോൺ മോണിറ്ററി അസറ്റ്സ് അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ബോൺസ് എന്ന് വിളിക്കുക. അപ്പം എല്ലാ ഫൈനാൻഷ്യൽ അസറ്റ്സിനെയും കെയ്ൻസ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മണി എന്ന് പറയുന്ന ഒരെണ്ണം, നോൺ മോണിറ്ററി ആയിട്ടുള്ള അസറ്റിനെ ബോൺസ്. അപ്പം എക്കോണമിയിൽ അവിടെ എന്താ ഉണ്ടാവും? ഒന്നെങ്കിൽ ആളുകൾ മണി ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്? ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പം ഇത് ഈ രണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സുകൾ മാത്രമാണ് ടോട്ടലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഈ ബോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗവൺമെന്റ് ബോണ്ടുകളെ മാത്രമല്ല, ഈ നോൺ മോണിറ്ററി ആയിട്ടുള്ള എല്ലാ അസറ്റുകളെയും കൂടി ചേർത്താണ് കെയ്ൻസ് ബോൺസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പം മണിയും ബോൺസും ആണ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കെയ്ൻസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ഷോർട്ട് ടൈം ഹൈലി ലിക്വിഡ് മണി അസറ്റ് ആൻഡ് ലെസ് ലിക്വിഡ് ലോങ് ടേം ബോൺസ്. ബോൺസ് ആൻഡ് അതർ ലോങ് ടൈം അസറ്റ് however are less liquid and therefore riskier due to price വേരിയബിലിറ്റി. അപ്പം ഇവിടെ
മണിയും ബോണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? മണി എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്. ബോണ്ട് എന്ന് പറയുന്നത് ലോങ് ടൈം ലിക്വിഡിറ്റി മാത്രമാണുള്ളത്. ഷോർട്ട് ടൈമിൽ അത് ലിക്വിഡ് അല്ല, ലെസ് ലിക്വിഡ് ആണ്. അപ്പം ലിക്വിഡിറ്റി ഉള്ളത് മണിക്കും ലെസ് ലിക്വിഡിറ്റി ഉള്ളത് ബോൺസിനുമാണ്. ഓക്കെ, അതുപോലെ തന്നെ ബോൺസ് എന്ന് പറയുന്നത് എന്താണ്? റിസ്കിയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, അല്ലെങ്കിൽ റിസ്കിയർ ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇൻ കെയ്ൻസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, money is defined narrowly as M1, which include cash and checking accounts, while bond represent long-term financial asset like corporate equities. Traditionally, bond earn interest, whereas money does not. Although some money asset now offer minimal interest, the theory simplified by focusing only on the interest rate on bonds. അപ്പൊ നമ്മൾ മോണിറ്ററി അഗ്രഗേറ്റ്സ്, മണി സപ്ലൈ അഗ്രഗേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഏതാണ് M1 എന്ന് പറയുന്ന അഗ്രഗേറ്റിനെ മാത്രമാണ് കെയ്ൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, അംഗീകരിച്ചത്, അല്ലെങ്കിൽ കെയ്ൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി ഫ്രീഡ്മാന്റെ തിയറിയിലേക്ക് വരുമ്പോൾ ഇത് M4 ഒക്കെ ഫ്രീഡ്മാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം M എന്ന് പറയുന്ന എന്താണ്? ഈ ക്യാഷും ഏതാണ് ചെക്കിംഗ് അക്കൗണ്ട്സിനെ മാത്രമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം. മറ്റ് ടൈം ഡിപ്പോസിറ്റുകളെയോ മറ്റ് ഡിപ്പോസിറ്റുകളെയോ ഒന്നും ഇവിടെ കെയ്ൻസ് അംഗീകരിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ ബോൺസ് എന്ന് പറയുന്ന എല്ലാ കോർപ്പറേറ്റ് ഇക്വിറ്റീസും എവിടെ ഇൻക്ലൂഡഡ് ആണ്? ഈ ബോൺസ് എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ മണിയും ബോൺസും, മണി എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് ആണ്, ലെസ് റിസ്കിയർ ആണ്. ബോണ്ട് എന്ന് പറയുന്നത് ലെസ് ലിക്വിഡ് ആണ്, ഹൈ റിസ്കിയർ ആണ്. ഓക്കെ, അപ്പൊ പക്ഷെ മണിയും ബോണ്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണ്? മണി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഒന്നും തരുന്നില്ല. പക്ഷെ ബോണ്ട് എന്ന് പറയുന്നത് അവിടെ എന്താണ്? റിട്ടേൺ തരുന്നു. അതായത് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ ആളുകളെ അപേക്ഷിച്ച് ഈ റിട്ടേൺ കിട്ടുന്നത് ബോണ്ടാണ്. റിട്ടേൺ കിട്ടുന്ന ബോണ്ട് ആണെങ്കിൽ എന്തുകൊണ്ട് അവിടെ മണി ഹോൾഡ് ചെയ്യണം? അതിനുള്ള ആൻസർ കെയ്ൻസ് കൃത്യമായിട്ട് തരുന്നുണ്ട്. ഇപ്പൊ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ മോഡൽ എന്ന് പറഞ്ഞ ഒരു മോഡൽ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട് പഠിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞതാ. അതായത് ഇവിടെ രണ്ട് അസറ്റുകളാണുള്ളത്, രണ്ട് ഫൈനാൻഷ്യൽ അസറ്റുകളാണ്, മണിയും ബോണ്ടും. മണി എന്ന് പറയുന്നത് ലെസ് ലിക്വിഡ് ആണ്, മോർ ലിക്വിഡ് ആണ്, അതുപോലെ തന്നെ ലെസ് റിസ്കിയർ ആണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്ന നോ റിട്ടേൺ ആണ്. ഇനി ബോണ്ട് എന്ന് പറയുന്നത് ഹൈ റിസ്കിയർ ആണ്, ലെസ് ലിക്വിഡ് ആണ്, പക്ഷെ റിട്ടേൺ തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് അസറ്റുകളുണ്ട്. അപ്പൊ റിട്ടേൺ തരുന്ന അസറ്റ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് എന്തുകൊണ്ട് റിട്ടേൺ തരുന്ന അസറ്റ് അവർക്ക് ഹോൾഡ് ചെയ്തില്ല, മണി ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് പതിയെ കാണാം. കെയ്ൻസ് കൺസിഡർ ദ വേ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ അലോക്കേറ്റ് ദെയർ financial wealth between two assets, money and bond. At a point in time, wealth is fixed at some level, and because bonds and money are the only store of wealth, we have wealth is equal to B plus M. അപ്പൊ ഒരു വ്യക്തി അയാളുടെ വെൽത്തിനെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? രണ്ട് രീതിയിലാ, ബോണ്ട് ആയിട്ടും മണി ആയിട്ടും സ്റ്റോർ ചെയ്യും. അപ്പം എവിടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ഒരു പർട്ടിക്കുലർ ടൈമിലെ വെൽത്ത്, എന്റെ വെൽത്ത് എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ടാ കീപ്പ് ചെയ്യാം? മണി ആയിട്ടോ ബോണ്ട് ആയിട്ടോ ഞാൻ കീപ്പ് ചെയ്യും. ഏതെങ്കിലും ഒന്നായിട്ടാണ് ഞാൻ കീപ്പ് ചെയ്യാം. അപ്പം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വാണ്ടിറ്റി തിയറി മണിയിൽ ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞു സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ കെയ്ൻസ് ആക്ച്വലി ഈ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഐഡിയ കൊടുത്തിരിക്കുന്ന എവിടെയാണ്? ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ആ ഒരു ഐഡിയക്കാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഇവിടുത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ വെൽത്ത് എന്ന് പറയുന്നത് അയാൾക്ക് ഒന്നെങ്കിൽ ബോണ്ടായിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മണി ആയിട്ട് കീപ്പ് ചെയ്യാം. അല്ലാതെ അയാൾക്ക് മറ്റൊരു അസറ്റുകളെ കുറിച്ചും പറയുന്നില്ല കെയ്ൻസ് ബോണ്ടിനെ മണീനെ കുറിച്ചും മാത്രമാണ് പറയാം. അപ്പൊ ഇത് രണ്ടിലുള്ള പാരഡോക്സ് എന്താണ്? ബോണ്ട് റിട്ടേൺ തരുന്നുണ്ട്, പക്ഷെ ലെസ് ലിക്വിഡ് ആണ്, ഹൈ റിസ്കിയർ ആണ്. മണി റിട്ടേൺ തരുന്നില്ല, ഹൈ ലിക്വിഡ് ആണ്, അതുപോലെ തന്നെ ലെസ് റിസ്കിയറും ആണ്. ഓക്കെ, then the equilibrium interest rate on bond is the rate at which the demand for bond matches with existing stock of bond. അപ്പം ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ, ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഡിറ്റർമിൻ ചെയ്യാം. അതായത് ഒരു എക്കോണമിയിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. എന്തിനാ നമ്മൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? കെയ്ൻസിന്റെ ഐഡിയ അനുസരിച്ച് എക്കോണമിയിലെ മണി സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള റിയൽ വേരിയബിളിനെ, നോമിനൽ വേരിയബിളിനെ അത് അഫക്ട് ചെയ്യുന്നത്, ഇൻകത്തിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും പ്രൈസ് ലെവലിനെയും എല്ലാം അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് കെയ്ൻസ് പറയുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താ? ഡിമാൻഡ് ഫോർ ബോൺസും സപ്ലൈ ഓഫ് ബോൺസും. ആദ്യത്തെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്
ഡിമാൻഡും സപ്ലൈ ഓഫ് ബോണ്ട്, ബോണ്ടിന്റെ ഡിമാൻഡും ബോണ്ടിന്റെ സപ്ലൈയും തമ്മിലുള്ള ഇക്വാളിറ്റി വരുന്ന ആ ഒരു റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണിയും എന്ത് ചെയ്യാം, ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യാം. അപ്പം രണ്ട് രീതിയിലാണ്, ഒന്നെങ്കിൽ ഡിമാൻഡ് ഫോർ ബോൺസും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ബോൺസും മാച്ച് ചെയ്യുന്നിടത്ത്, അതല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണിയും മാച്ച് ചെയ്യുന്നിടത്താണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിംഗ് ഓൺ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ബോണ്ട് ഡയറക്ട്ലി, കെയ്ൻസ് അപ്രോച്ച് ദിസ് ബൈ എക്സാമിൻ ദി സ്പ്ലിറ്റ് ബിറ്റ്വീൻ മണി ആൻഡ് ബോണ്ട്. Given an individual's wealth, the decision to hold a certain amount in money implicitly determines the amount held in the bonds. In equilibrium, if a person is happy with how much money they are holding compared to their total wealth, they are also happy with how much they have in bond. അപ്പൊ ഇവിടെ പറയുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ആളിന്റെ വെൽത്ത് ഞാൻ എടുക്കുവാണ്, അല്ലെങ്കിൽ എന്റെ വെൽത്ത് ഞാൻ എടുക്കുവാണ്. അപ്പൊ എന്റെ വെൽത്തില് കറന്റ്ലി ഒരു സെർട്ടൈൻ പോർഷൻ ബോണ്ട് ഉണ്ട്, സെർട്ടൈൻ പോർഷൻ എന്തുണ്ട്, മണി ഉണ്ട്. അപ്പൊ ഒരു പോർഷൻ മണി ആയിട്ടും ഒരു പോർഷൻ എന്താണ്, ബോണ്ട് ആയിട്ടും ഞാൻ കീപ്പ് ചെയ്തിരിക്കാം. അപ്പൊ കറന്റ് പോർഷനിൽ ഞാൻ അതിന്റെ അളവില് ഈ രണ്ടിന്റെയും പ്രപ്പോർഷനിൽ ഞാൻ എന്താണ്, ഞാൻ ഹാപ്പി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ഇഫ് ദ പബ്ലിക് കളക്റ്റീവ്ലി സീക്ക് ടു ഹോൾഡ് മോർ മണി, അപ്പൊ എനിക്ക് തോന്നുവാണ് ഒരു സിറ്റുവേഷനിൽ എന്റെ വെൽത്ത് കൂടുതൽ മണി ആയിട്ട് എനിക്ക് കീപ്പ് ചെയ്യണം, എനിക്ക് മണി ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും, ഈ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ സെല്ല് ചെയ്തോളാം, അതിനെ മണി ആക്കും അല്ലെ. ഇഫ് ദ പബ്ലിക് കളക്റ്റീവ്ലി സീക്സ് ടു ഹോൾഡ് മോർ മണി, ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഡിമാൻഡ് ഫോർ ബോണ്ട് ഈസ് ലോവർ ദാൻ ദി സപ്ലൈ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, മണി കൂടുതൽ എനിക്ക്, അല്ലെങ്കിൽ പബ്ലിക്കിന് മണി കൂടുതൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വെൽത്തിലെ ബോണ്ട് പോർഷനെ അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്യും. സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ, ബോണ്ടുകളുടെ ഡിമാൻഡ് കുറഞ്ഞെന്നുള്ളതാണ്. അവരുടെ സെല്ല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ സപ്ലൈ എന്ത് ചെയ്യുന്നു, കൂടുന്നു. Therefore, the equilibrium interest rate can be described as the rate that balance either the supply and demand for bond or the supply and demand for money. Keynes preferred to emphasize the latter, highlighting the relationship between money and interest rate. അപ്പം ഇവിടെ ഒരാളുടെ മണി, ബോണ്ടിന്റെ സപ്ലൈയും ഡിമാൻഡിനെയും നമ്മൾ ഡയറക്ട്ലി പഠിക്കുന്നതിനേക്കാളും കെയ്ൻസ് ഇവിടെ പ്രാധാന്യം കൊടുത്ത മണി സപ്ലൈയും മണി ഡിമാൻഡും. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോ അല്ല, ഓരോ ഇൻഡിവിജ്വൽസിന്റെ വെത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മണിയും ബോണ്ടിന്റെയും പ്രൊപ്പോർഷൻ എടുത്തു. ആളുകൾക്ക് കൂടുതൽ മണിയാണ് വേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ബോണ്ട് ലെസ്സേ ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. ഇനി ആളുകൾക്ക് തോന്നുവാണ് ലെസ് മണി മതി, ലെസ് മണി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൂടുതൽ ബോണ്ട് ഹോൾഡ് ചെയ്യും. അപ്പൊ ഈ രണ്ട് പ്രൊപ്പോർഷൻസ് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. കൂടുതൽ മണി പോകണമെങ്കിൽ ലെസ് ബോണ്ട് മതി, അതായത് ഡിമാൻഡ് ഫോർ ബോണ്ട് കുറവാണ്. ഇനി ലെസ് മണി മതിയെങ്കിൽ കൂടുതൽ ബോണ്ട് വേണം. അപ്പം എന്ത് ചെയ്യും, മണി ഡിമാൻഡ് ഫോർ ബോണ്ട്സ് എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അപ്പം ഈ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് ഡയറക്ട്ലി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ബോണ്ട്സിനെ പഠിക്കാതെ കെയ്ൻസ് പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണീനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്ത് പഠിച്ചാൽ മതി, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ മണീനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പഠിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കെയ്ൻസ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എന്താണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണിയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, അല്ലെങ്കിൽ ഈ മണിയുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഇക്വിലിബ്രിയം ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കെയ്ൻസ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്, എവിടെ, കെനീഷ്യൻ തിയറിയിൽ. ഓക്കെ, അപ്പൊ അതിലേക്കാണ് വന്നിരിക്കുന്നത്, കണ്ടോ. അപ്പൊ ഇവിടെ നമുക്കറിയാം മണി സപ്ലൈ എന്ന് പറയുന്നത് എന്താ, എക്സോജിനസ്ലി ഡിറ്റർമിൻഡ് ആണ്. പലപ്പോഴും സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റിയാണ് മണി സപ്ലൈനെ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അപ്പം ഈ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്, എക്സോജിനസ്ലി ആയതുകൊണ്ട് തന്നെ, ഈ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എക്സോജിനസ്ലി ആയതുകൊണ്ട് തന്നെ ഇതാ മണി സപ്ലൈയുടെ കർവ് എന്താണ്, വെർട്ടിക്കൽ കർവാ. ഇത് എക്സോജിനസ്ലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ടാണ് വെർട്ടിക്കൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി അതല്ല, മണി ഡിമാൻഡ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് നെഗറ്റീവ്ലി റിലേറ്റഡ് ആയിട്ട് അവിടെ കിട്ടുന്നത്. അപ്പൊ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അപ്പൊ മണി സപ്ലൈയും മണി ഡിമാൻഡും. അപ്പൊ മണി സപ്ലൈ ഇവിടെ ഈ രണ്ട് കർവുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് R0 എന്ന് പറയുന്നത്. അപ്പൊ R0 ആണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആക്കാം, നമ്മള് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയില് അല്ലെങ്കിൽ കെനീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയില് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണീനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്ന എക്സോജിനസ്ലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരു വെർട്ടിക്കൽ കർവ് ആണ്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കർവ് ആണ്. This Keynesian view of interest rate determination is illustrated in the figure.
The equilibrium interest rate is R0, the rate at which money demand given by the money demand schedule MD in the graph. It just equal to the fixed money supply. In a more fundamental sense, the equilibrium rate of interest is determined by the factors affecting supply of money and money demand. In the case of supply, the major factor will be the policies of the central bank. We turn now to the factors that Keynes believed determine the money demand. The factors determining the position and the slope of the MD schedule in the figure 2.2. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു മണി സപ്ലൈ എന്ന് പറയുന്ന എക്സോജിനസ്ലി ഡിറ്റർമിൻഡ്. അത് സെൻട്രൽ ബാങ്കിന്റെ ആക്ഷൻസ് ആ മണി സപ്ലൈനെ ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ കെയ്ൻസ് പറയുന്ന ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷനിൽ എക്സോജിനസ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മണി സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതില് കൂടുതൽ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതെന്താ, എക്സോജിനസ്ലി ഡിറ്റർമിൻഡ് ആണ്, സെൻട്രൽ ബാങ്ക് ആണ്. പക്ഷെ മണി ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, എൻഡോജിനസ്ലി ഡിറ്റർമിൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് മണി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ആ ഒരു കർവിന്റെ സ്ലോപ്പും ആ ഒരു കർവിന്റെ ഡിറ്റർമിനേഷനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം കെയ്ൻസ് ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു മോട്ടീവ്സിനെയാണ് ഇവിടെ മൂന്നായിട്ട് കെയ്ൻസ് തന്നിരിക്കുന്നത്. ഏതാണ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പൊ ഇങ്ങനെ മൂന്ന് മോട്ടീവ്സ് ആണ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്, മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത്. ആ മൂന്ന് മോട്ടീവിനെയാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് എന്ത് ചെയ്യാം, ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് കളയാം. നമ്മൾ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് കെയ്ൻസ് ക്ലാസിക്കൽസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ക്ലാസിക്കൽസ് പറഞ്ഞ വെലോസിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആണ്, ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് ആണെന്ന് പറഞ്ഞു. കെയ്ൻസ് പറഞ്ഞ അല്ല, വെലോസിറ്റി ഓഫ് മണി എന്താണ്, സ്റ്റേബിൾ അല്ല, കോൺസ്റ്റന്റ് അല്ല, അത് തെറ്റാണ്. പിന്നെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് അല്ല, അണ്ടർ എംപ്ലോയ്മെന്റ് ആണ് മാർക്കറ്റിന്റെ നോർമൽ സിറ്റുവേഷൻ. അല്ലാതെ ക്ലാസിക്കൽസ് പറഞ്ഞ പോലെ ഫുൾ എംപ്ലോയ്മെന്റ് അല്ല നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പറഞ്ഞു എന്താണ്, ഒരു ഇൻഡിവിജ്വലിന്റെ വെൽത്ത്, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഇൻഡിവിജ്വലിന്റെ വെൽത്ത് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക, ബോണ്ട് ആയിട്ടും മണി ആയിട്ടും. ബോണ്ട് എന്ന് പറയുന്ന എല്ലാ നോൺ മോണിറ്ററി അസറ്റ്സിനെയാണ് കെയ്ൻസ് എന്തായിട്ട് വിളിക്കുന്നത്, ബോൺസ് ആയിട്ട് വിളിക്കുന്നത്. അപ്പം ഈ ബോൺസിന്റെ ഡിമാൻഡും സപ്ലൈനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടക്കാം. പക്ഷെ ഈ ബോണ്ടിന്റെ ഡിമാൻഡ് സപ്ലൈനെ യൂസ് ചെയ്തുകൊണ്ടല്ല കെയ്ൻസ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. എന്താണ്, മണി സപ്ലൈയും മണി ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ടാണ്. കാരണം ടോട്ടൽ വെൽത്തില് ഈ മണിയുടെയും ബോണ്ടിന്റെയും പ്രപ്പോർഷൻ ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മണി സപ്ലൈ മണി ഡിമാൻഡിനെ യൂസ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻ നടത്താൻ സാധിക്കും. അപ്പൊ മണി സപ്ലൈ എന്ന് പറയുന്ന ഒരു എക്സോജിനസ്ലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് അതിന്റെ കർവ് എപ്പോഴും എന്തായിരിക്കും, ഒരു വെർട്ടിക്കൽ കർവ് ആയിരിക്കും, ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കും വരിക. മണി ഡിമാൻഡ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ കെയ്ൻസ് പറയുന്ന മണി സപ്ലൈ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റിയാണ് ഡിസൈഡ് ചെയ്യുക. അപ്പൊ അവിടെ മണി സപ്ലൈയുടെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ഇനി കെയ്ൻസ് പറയാൻ പോകുന്നത്. അങ്ങനെ മൂന്ന് മോട്ടീവ്സ് ആണ് യൂഷ്വലി ഈ പറയുന്ന മണി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്. അപ്പം ഈ മൂന്ന് മോട്ടീവ്സ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡേ ടു ഡേ എക്സ്പെൻസസ് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ആ ഒരു പോർഷനെയാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. അല്ലെങ്കിൽ ഡേ ടു ഡേ പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ മണി ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ മണി ഡിമാൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് വിളിക്കുക. അപ്പൊ പലപ്പോഴും നമ്മുടെ ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് എത്രമാത്രം ഇൻകം ഉണ്ട്, ആ ഇൻകം ഇൻഫ്ലുവൻസ് ചെയ്യും എന്റെ ട്രാൻസാക്ഷൻ മോട്ടീവിനെ. മണി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹോൾഡ് ടു മീറ്റ് day-to-day expenses. It is a function of income. An individual with higher level of income has a greater demand for goods and services than an individual with a lower level of income. It means that transactions are directly related to the level of income. But transaction motive income തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. നമുക്ക് അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, LT is equal to ഫംഗ്ഷൻ ഓഫ് y. അതായത് എൽ ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ലിക്വിഡിറ്റി മോട്ടീവ്സിലെ ടി ഡിനോട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ മോട്ടീവിനെ, അത് എന്തിന്റെ ഫംഗ്ഷനാ, ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി പലപ്പോഴും ഇൻകം കൂടുതലുള്ള ആളുകളുടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻകം കുറവുള്ളവരെക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷനിലൂടെ
കാണിച്ചിരിക്കുന്നത്. Then next one, the classical economics quantity theories also consider the transaction demand for money, which emphasizes the role of money as a medium of exchange. However, the precautionary and speculative demand for money are the Keynes addition sources of liquidity preference. അപ്പൊ കെയ്ൻസിന്റെ ഏതാണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ക്ലാസിക്കൽ തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ കെയ്ൻസ് അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന നെക്സ്റ്റ് രണ്ട് മോട്ടീവ് എന്താണ്? പ്രിക്കോഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും. The precautionary demand for money arises out of the need for any contingent payment or expenditure. The individuals and firm desire to hold cash balance for covering event of more uncertain nature like accident, prolonged illness. These are referred to as precautionary demand for money. അപ്പൊ നമുക്കുണ്ടാകുന്ന കണ്ടിജുവന്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പേയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നായിട്ടുള്ള അൺസർട്ടൈൻ ആയിട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറുകളെ മീറ്റ് ചെയ്യാൻ നമ്മളൊരു പോർഷൻ മാറ്റി വെക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന മണീനെയാണ് പ്രിക്കോഷണറി ഡിമാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ പ്രിക്കോഷണറി ഡിമാൻഡിന്റെ ഫംഗ്ഷൻ എന്താണ്? എൽ പി ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഇൻകം. അപ്പൊ ഇൻകം അനുസരിച്ച് നമ്മൾ എത്ര പോർഷൻ മാറ്റി വെക്കണം എന്ന് തീരുമാനിക്കുന്നത്. ലൈക്ക് ദ ട്രാൻസാക്ഷൻ demand for money, precautionary demand for money is also closely related to the level of income. LP is equal to function of Y. At the higher level of income, individuals and firm may keep more cash balance for meeting unforeseen situation. Thus, the precautionary demand for money is also a function of level of income. അപ്പം ഇവിടെയും ട്രാൻസാക്ഷൻ ഡിമാൻഡിനെ പോലെ തന്നെ പ്രിക്കോഷണറി മോട്ടീവ് എന്താണ്? ഇൻകത്തിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. Because the motive for holding precautionary balance are similar to those for the transaction demand, we simplify our discussion here by subsuming the precautionary demand under the transaction demand category, transaction being expected or unexpected ones. Since both LT and LP depends directly on the income level, Keynes called it as L1. അപ്പൊ ഇത് രണ്ടും ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് എൽ പിനെയും എൽ ടിനെയും കൂടെ ചേർത്ത് കെയ്ൻസ് L1 എന്ന് വിളിച്ചു. L1ന്റെ പ്രത്യേകത എന്താ? അത് ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് പോയിട്ട് ഈ L1 അല്ലെങ്കിൽ പ്രിക്കോഷണറി മോട്ടീവും ട്രാൻസാക്ഷൻ മോട്ടീവും എന്താണ്? ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണെന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. ഇത് ആകെ ബന്ധപ്പെടുന്ന എന്തുമായിട്ടാണ്? ഇൻകം ആയിട്ടാണ്. ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും കൂടും. ഇൻകം കുറയുമ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയും റെഡ്യൂസ് ചെയ്യും. ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ് ഈ എൽ പിയും എൽ ടിയും, അല്ലെങ്കിൽ L1 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു മോട്ടീവിലേക്ക് നമ്മൾ വരുന്നത്. അതിന്റെ പേരെന്താണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണെന്ന് വളരെ സിമ്പിളി അറിയാം. പക്ഷെ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആയിട്ടുള്ള റിലേഷൻ വെച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദ ഫൈനൽ മോട്ടീവ് ഫോർ ഹോൾഡിംഗ് മണി ദാറ്റ് കെയ്ൻസ് കൺസിഡേർഡ് ആസ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. Keynes began by asking why an individual would hold any money above that needed for the transaction, and precautionary motive than bonds play interest and money does not. The regressive expectation model attempt to answer this question. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അതായത് ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു അൺസർട്ടേണിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് ട്രാൻസാക്ഷൻ പർപ്പസുകൾക്ക് വേണ്ടിയുള്ള മണി ഉപയോഗിച്ച് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രിക്കോഷണറി മോട്ടീവിനുള്ള മണി ഉപയോഗിച്ച് ഒരിക്കലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ ആവശ്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന മണി എടുത്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? എനിക്ക് ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. പ്രിക്കോഷണറി എടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്റെ എന്താ സഡൻ ആയിട്ടുണ്ടാകുന്ന കണ്ടിജൻസി പേയ്മെന്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ പലപ്പോഴും ഇൻകത്തിന്റെ ഒരു പോർഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വെൽത്തിന്റെ ഒരു പോർഷൻ നമ്മൾ എന്താണ്, ഒരു പോർഷൻ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അപ്പൊ ഈ സ്പെക്കുലേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ക്യാഷ് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ മണിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ബോണ്ടായിട്ട് കീപ്പ് ചെയ്യാം.
അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ മണി ആയിട്ട് കീപ്പ് ചെയ്താൽ അതിനെന്താ റിട്ടേൺ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്താൽ എന്താണ് അവിടെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആളുകൾക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റ് ആണ് ബോണ്ട്. അങ്ങനെ റിട്ടേൺ കിട്ടുന്ന അസറ്റ് ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടി ആളുകൾ ഈ മണി കീപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതിന് കെയ്ൻസ് തരുന്ന ആൻസർ ആണ് ഈ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ മോഡൽ വഴി നമുക്ക് കാണേണ്ടത്. അപ്പൊ നോക്കാം എന്താണ്. ദ സ്പെക്കുലേറ്റീവ് മോട്ടീവ് റിഫ്ലക്ട് പീപ്പിൾ ഡിസൈർ ടു ഹോൾഡ് ക്യാഷ് ഇൻ ഓർഡർ ടു be equipped to exploit any attractive investment opportunities regarding cash expenditure. According to Keynes, people demand to hold money balance to take advantage of the future changes in the rate of interest, which is the same as the future changes in bond prices. It is implicit in the Keynes theory that the rate of interest I or R is റിയലി ദ റിട്ടേൺ ഓൺ ബോൺസ്. അപ്പം ഇവിടെ കെയ്ൻസിന്റെ ഐഡിയയില് ഈ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ ചേഞ്ചസിനെ അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മണി, അത് നമ്മൾ മണി ആയിട്ട് കീപ്പ് ചെയ്താൽ ആ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വിളിക്കും. ആ എമൗണ്ട് ഓഫ് മണീനെയാണ് ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിൽ കാണുക. ദ കെയ്ൻസ് അസ്യൂം ദാറ്റ് expected return on money is zero, while the expected return on bonds are of two types, namely the interest payment and expected rate of capital gain. അപ്പൊ ഒരു ബോണ്ടിൽ നിന്ന് രണ്ട് രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാകാം. അത് ഏതൊക്കെയാണ്? ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിൽ കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്യാപിറ്റൽ ഗെയിൻ സംഭവിക്കുക. അപ്പം എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് നമുക്ക് കാണണം. അതിലേക്ക് നമുക്ക് വരാം. ഈ ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ബോണ്ട് പ്രൈസസ് എന്ന് പറയുന്ന ബോണ്ട് റിട്ടേൺ എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ്. ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേണും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ വഴിയുള്ള റിട്ടേണും. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട്സ് ആൻഡ് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും, അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. എ റൈസ് ഇൻ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലീഡ് ടു എ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ബോണ്ട് ആൻഡ് വൈസ് വേഴ്സ. അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് അടുത്തത് കണ്ടത്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ദെൻ ദ പ്രൈസ് investors are willing to pay for the bond can be significantly affected by the prevailing interest rate. If the prevailing interest rate are higher than when the existing bond were issued, the price on those existing bond will generally fall. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഞാൻ ബോണ്ട്സ് മേടിച്ചു. എൻ്റെ കയ്യിൽ ഒരു ബോണ്ട് ഒരു 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ബോണ്ട് മേടിച്ചു. അതായത് ഞാൻ ബോണ്ട് മേടിച്ച സമയത്ത് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 അപ്പൊ എന്റെ കയ്യിൽ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന ബോണ്ട് കൈവശം ഇരിക്കുകയാണ്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മാർക്കറ്റില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്ത് കൂടി, 10 മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി. അപ്പൊ എന്താ സംഭവിച്ചത്? എന്റെ കൈവശം ഉള്ളത് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്ന ബോണ്ടാണ്. പക്ഷെ കറന്റ് മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 12%. അപ്പൊ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളെ അപേക്ഷിച്ച് അയാൾ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് ഈ 8% ബോൺസ് മേടിക്കത്തില്ല. കാരണം അയാൾക്ക് നല്ലത് ഏതാണ്? 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ബോണ്ട് മേടിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ള ബോണ്ടിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതായത് എക്സിസ്റ്റിംഗ് ബോണ്ടിന്റെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതിന്റെ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് കുറയും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ, അതായത് എക്സിസ്റ്റിംഗ് ബോൺസിലെ മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് കുറയുന്നു. ഇനി നേരെ തിരിച്ച് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഞാൻ 8% ബോണ്ട് മേടിച്ച് എന്റെ കൈവശം വെച്ചേക്കുക. കറന്റ് മാർക്കറ്റിൽ 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ എന്റെ ബോണ്ട് എന്ന് പറയുന്നത് എന്താ? ഈ കറന്റ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ കൊടുക്കുന്ന ബോണ്ടാണ്. അപ്പൊ ആളുകൾക്ക് എന്താണ്? എന്റെ ബോണ്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്റെ ബോണ്ടിന്റെ പ്രൈസ് റൈസ് ചെയ്യും. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ
കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് കൂടും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കൂടി കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പൊ അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ദാറ്റ്സ് ബിക്കോസ് ന്യൂ ബോണ്ട്സ് ആർ ലൈക്ലി ടു ബി ഇഷ്യൂഡ് വിത്ത് എ ഹയർ കൂപ്പൺ റേറ്റ് as the interest rate increases, making the old or outstanding bond generally less attractive unless they can be purchased at a lower price. So higher interest rate mean lower price for existing bonds. If the interest rate decline, however, price of existing bond eventually increase, which means an investor can sometimes sell a bond for more than the purchase price, since other investors are willing to pay a premium for a bond with a higher interest payment, also known as a coupon. അപ്പം ഈ ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഒരു ഈ നെഗറ്റീവ് റിലേഷൻഷിപ്പിനെ ഇവിടെ പറയുന്നത്. അപ്പൊ ഇപ്പോഴും സംസാരിക്കുന്നത് എന്താ, എക്സിസ്റ്റിംഗ് ബോണ്ടും ന്യൂ ബോണ്ടും ബേസ് ചെയ്ത് നമ്മൾ പറയണം. അപ്പം മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് കുറയുന്നു, മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബോണ്ട് പ്രൈസുകളുടെ പ്രൈസ് കൂടുന്നു. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് പലപ്പോഴും ഈ ഒരു ആളുകളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഹാവ് എ റിലേറ്റീവ്ലി ഫിക്സ്ഡ് കൺസെപ്ഷൻ ഓഫ് ദി നോർമൽ ഓർ ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് കമ്പയർ ദ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് സച്ച് എ നോർമൽ ഓർ ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ആളുകളെ ഇൻവെസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് അവരെന്താ കമ്പയർ ചെയ്യുന്നത്, നോർമൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റ്, അല്ലെങ്കിൽ നോർമലി ഒരു എക്കോണമിയിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 7% ഇൻട്രസ്റ്റ് റേറ്റ് നോർമൽ വിചാരിക്കുക. അപ്പൊ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് 10 ആയി. അപ്പൊ എന്താ, ക്രിട്ടിക്കൽ ലെവലിനോ അല്ലെങ്കിൽ നോർമൽ റേറ്റിനേക്കാളും ഹൈ ആണ് ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നോർമൽ റേറ്റിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ബോണ്ടിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഇനി നോർമൽ റേറ്റിനേക്കാളും ലെസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ബോണ്ടുകളുടെ പ്രൈസ് എന്ത് ചെയ്യും, റൈസ് ചെയ്യും. അപ്പം ഈ നോർമൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ ഡിസിഷൻസ് എടുക്കുക. ഇഫ് വെൽത്ത് ഹോൾഡേഴ്സ് കൺസിഡർ ദാറ്റ് the current rate of interest is high compared to the normal or critical rate of interest, they expect a fall in the interest rate, rise in the bond price. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ പറയുന്നത് എന്താണ് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ എന്നുള്ളതാ. നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസിൽ പറയുന്നത് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നോർമൽ ലെവലിനേക്കാളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണെങ്കിൽ ആളുകളുടെ എക്സ്പെക്ടേഷൻ എന്താണ്, ഫ്യൂച്ചറിൽ താമസിക്കാതെ തന്നെ അത് നോർമൽ റേറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പം ഈ നോർമൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റിനേക്കാളും കറന്റ്ലി ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ മതി, എന്റെ എല്ലാ വെൽത്തും എന്തായി, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇപ്പം ബോണ്ട് ആയിട്ട് എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇപ്പൊ ബോണ്ട് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യും. അപ്പൊ എന്റെ കൈവശമുള്ള ബോണ്ടിന് എന്ത് ചെയ്യും, ഹയർ പ്രൈസ് കിട്ടും. അതായത് ക്യാപിറ്റൽ ഗെയിൻ സംഭവിക്കുക. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ സംഭവിക്കുക എന്ന് പറയുക. ഇതാണ് ഇവിടുത്തെ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ. അപ്പൊ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ എന്താണ്, കറന്റ് ട്രെൻഡിൽ നിന്ന് മാറി, അതായത് കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ റിഗ്രസീവ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, താമസിക്കാതെ തന്നെ അത് എന്ത് ചെയ്യും, ലോങ് ടേം ആവറേജിലേക്ക് അല്ലെങ്കിൽ നോർമൽ റേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. ഇനി കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് താഴെയാണ്, കുറവാണ്. അപ്പൊ എന്റെ എക്സ്പെക്ടേഷൻ എന്താണ്, താമസിക്കാതെ അത് മേളിലേക്ക് വരും. അപ്പൊ ഇവിടെ നോക്കാം, കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് താഴെയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യത്തില്ല, അവരെന്ത് ചെയ്യും, മണി ആയിട്ട് കീപ്പ് ചെയ്യത്തുള്ളൂ. അവിടെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആയതുകൊണ്ട് ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്യാപിറ്റൽ ലോസ് സംഭവിക്കും, അതുകൊണ്ട് ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യത്തില്ല. ഇനി അതുപോലെ തന്നെ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലെസ് ആണ്, മണി ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. അപ്പൊ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോർമലിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ, ബോണ്ട് ആക്കാം. ഇനി അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണെങ്കിൽ ഇവരുടെ എക്സ്പെക്ടേഷൻ എന്താ, ഫ്യൂച്ചറിൽ അത് താഴേക്ക് വരും, നോർമൽ റേറ്റിലേക്ക് വരും. അപ്പൊ കറന്റ് എന്റെ വെൽത്ത് ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് അതെനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കും. അപ്പം അതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ വിചാരമാണ് അവിടെ എന്ത് ചെയ്യുക, മണി കീപ്പ് ചെയ്യണോ ബോണ്ട് കീപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ അവിടെ സംഭവിക്കുക. ഇഫ് ദ വെൽത്ത് ഹോൾഡേഴ്സ് കൺസിഡർ ദാറ്റ് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് high compared to the normal or critical rate of interest, they expect a fall in the interest rate, rise in the price. അതായത് ഫ്യൂച്ചറിൽ താമസിക്കാതെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യും.
at the high current rate of interest, they will convert their cash balance into bond. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആവുമ്പോൾ ആളുകൾ എന്താ ചെയ്യത്തുള്ളൂ, അവരുടെ ക്യാഷ് മുഴുവൻ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യുക. അവർ ഒരിക്കലും ക്യാഷ് കീപ്പ് ചെയ്യത്തില്ല, കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഹൈ ആണ്. They can earn high rate of return on bonds. They expect capital gain resulting from the rise in the bond price consequent upon an expected fall in the market rate of interest in the future. അപ്പൊ ഈ രണ്ട് റീസൺ കൊണ്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ആളുകൾ അവരുടെ മുഴുവൻ മണി എന്തായിട്ട് ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പൊ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഹൈ റിട്ടേൺ കിട്ടും അല്ലെ. അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുതലായി സിറ്റുവേഷൻ, അതുകൊണ്ട് മണി കീപ്പ് ചെയ്യത്തില്ല, അവരെന്ത് ചെയ്യും, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്ത ഹൈ റിട്ടേൺ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴെ പോകുന്ന സമയത്ത് ഇവരുടെ ബോണ്ടിന് ഹൈ പ്രൈസും കിട്ടും. അപ്പൊ ഹൈ പ്രൈസ് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ക്യാപിറ്റൽ ഗെയിനും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ രണ്ട് കാരണം കൊണ്ട് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ എന്തേ കീപ്പ് ചെയ്തുള്ളൂ, ബോണ്ട് ആയിട്ടാണ് അവരുടെ വെൽത്തിനെ കൂടുതൽ കീപ്പ് ചെയ്യുക. ദെൻ consequently, if the wealth holders consider that current interest rate as low compared to the normal or critical rate of interest, that is, if they expect the rate of interest to rise in the future, they would have an incentive to hold their wealth in the form of liquid cash rather than bond, because the loss suffered by way of interest income forgone is small. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നോർമലിനേക്കാളും കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ മണി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യത്തില്ല, കാരണം അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലെസ് ആണ്. അവർ മണി ആയിട്ട് കീപ്പ് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഇൻകം നഷ്ടമാകുന്നില്ല. ഇനി അതുപോലെ തന്നെ they can avoid the capital loss that would result from the anticipated increase in the interest rate. അപ്പൊ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ ബോണ്ട് കീപ്പ് ചെയ്താൽ അതിന്റെ പ്രൈസ് കുറയും, അപ്പൊ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവും. അതും അവർക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും മണി ആയിട്ട് കീപ്പ് ചെയ്താൽ. ദെൻ ദ റിട്ടേൺ ഓൺ മണി ബാലൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി റിട്ടേൺ ഓൺ ഓൾട്ടർനേറ്റീവ്സ്. അപ്പം മണി കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ലിക്വിഡിറ്റിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇനി ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡസ് ഇൻക്രീസ് ഇൻ ദ ഫ്യൂച്ചർ, the bond price will fall and the ideal cash balance held can be used to buy bonds at a lower price and can be thereby making a capital gain. അപ്പം ഈ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ മണി ആയിട്ട് കീപ്പ് ചെയ്താൽ പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുമ്പം ഈ ഐഡിയൽ ക്യാഷ് ബാലൻസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ബോൺസിനെ ബൈ ചെയ്യാനും അവർക്ക് സാധിക്കും. അപ്പം ഇവിടെ രണ്ട് ഡിസിഷൻസ് കെയ്ൻസ് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആവുമ്പോൾ ആളുകൾ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഒന്ന്, അവര് ഹൈ റിട്ടേൺ അവർക്ക് കിട്ടുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വഴി. അതുപോലെ തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്നു ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു, അതുവഴി ബെനിഫിറ്റ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ എന്ത് കീപ്പ് ചെയ്യത്തില്ല, അവരൊരിക്കലും ക്യാഷ് കീപ്പ് ചെയ്യത്തില്ല, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇനി ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, ക്യാഷ് കീപ്പ് ചെയ്യും, കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലെസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ അവർ ബോണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് ബോണ്ടിലേക്ക് ഒരിക്കലും അവർ കൺവേർട്ട് ചെയ്തില്ല. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ മണി ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്യും. അപ്പൊ ഈ രണ്ട് ഡിസിഷൻസ് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആ. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ ബോണ്ട് കീപ്പ് ചെയ്യുന്നു, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ മണി കീപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യാം ക്ലിയർ ആണെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. So summing up, so long as the current rate of interest is higher than critical rate of interest, a typical wealth holder would hold in his asset portfolio only government bond, while if the current rate of interest is lower than the critical rate of interest, his asset portfolio would consist wholly on cash. അപ്പം ഇവിടെ ഡിസിഷൻ എന്താവും, ഒന്നെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് മുഴുവൻ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അവരുടെ വെൽത്ത് മുഴുവൻ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യും. അപ്പം ഒന്നെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ ബോണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണെങ്കിൽ ഫുള്ളി ബോണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആണെങ്കിൽ ഫുള്ളി ക്യാഷ്. വെൻ ദ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ദി ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കറന്റ് ഇൻട്രസ്റ്റ് റേറ്റും നോർമൽ ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും സെയിം ആണെന്നുണ്ടെങ്കിൽ
അവർ ഇൻഡിഫറന്റ് ആണ്. വെൽത്ത് ഹോൾഡേഴ്സ് എന്താ അവരുടെ കറന്റ് സ്റ്റേറ്റിനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു തീരുമാനമായിരിക്കും എടുക്കുക. The current interest rate is equal to the critical rate of interest. The wealth holders is indifferent to holding either cash or bonds. The inference from the above is that the speculative demand for money and interest rate are inversely related. അപ്പോൾ speculative demand for moneyയും interest rateും തമ്മിൽ എന്താണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, അതായത് സ്പെക്കുലേറ്റീവ് പർപ്പസുകൾക്ക് വേണ്ടി മണി ഡിമാൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും. അത് ഒന്നുകൂടെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ എന്താണ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അതിനർത്ഥം സ്പെക്കുലേഷന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മണി, അതിനെയാണ് സ്പെക്കുലേറ്റ്. ആ സ്പെക്കുലേഷന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന മണി കുറവായിരിക്കും എപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കുന്ന സമയത്ത്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ എന്താ സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന മണി ഡിമാൻഡ് കൂടുതലായിരിക്കും. നമുക്കപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് മണി ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇവിടെ പറയുന്ന ഇൻഡിവിജ്വൽ, അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഒരു പർപ്പസ്, അതായത് ഇവിടെ RC എന്ന് പറയുന്ന ആ ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് എന്ത് കാണിക്കുക RC എന്ന് കാണിക്കുക. RN എന്ന് പറയുന്നത് എന്താണ് കറന്റ് ഇൻട്രസ്റ്റ് റേറ്റിനെ കാണിക്കുക. ഇവിടെ എന്താ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനാ കാണിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ, ഇവരെന്താണ് ഓരോ സമയത്തും ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന്റെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണെന്നാ പറയുന്നത്. അതായത് മാർക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഇൻഡിവിജ്വലിന്റെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യുക ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഫോർ ഇൻഡിവിജ്വൽ ക്യാൻ ബി diagrammatically presented as follows. The individual speculative demand for money is a discontinuous one. The discontinuous portfolio decision of a typical individual investor is shown in the figure above. When the current rate of interest is RN is higher than the critical rate of interest RC, the entire wealth is held by the individual wealth holder in the form of government bond. If the rate of interest falls below the critical rate of RC, the individual will hold his entire wealth in the form of speculative cash balance. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ റേറ്റ് അല്ലെങ്കിൽ നോർമൽ റേറ്റിനെ ഇവിടെ കാണിക്കുന്നത്. നോർമൽ റേറ്റിനേക്കാളും ഏതാണ് നോർമൽ റേറ്റിനേക്കാളും ഹൈ ആണ് കറന്റ് റേറ്റ്. RN എന്ന് പറയുന്ന കറന്റ് റേറ്റ് എങ്കിൽ എൻറ്റയർലി അവർ എന്തായിട്ട് കീപ്പ് ചെയ്യും ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പൊ RN ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ ഇവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി 0 ആന്നാ. അപ്പം ക്രിട്ടിക്കൽ റേറ്റിനേക്കാളും അതായത് നോർമൽ റേറ്റിനേക്കാളും ഹൈ ആണ് കറന്റ് റേറ്റ് എങ്കിൽ അവർ മുഴുവനും എന്താ ബോണ്ടായിട്ട് കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് മണി 0 ആണ്. ഇനി ഇതിനേക്കാളും താഴെയാണെന്ന് വിചാരിക്കുക, ക്രിട്ടിക്കൽ റേറ്റ് എന്ന് പറയുന്നതിനേക്കാളും താഴെയാണ് ഇവിടുത്തെ ഏതാണ് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ അവർ മുഴുവൻ മണിയും എന്തായിട്ടാ മുഴുവൻ മണിയായിട്ടും ഹോൾഡ് ചെയ്യും. ആ ഒരു റിലേഷൻഷിപ്പിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചത്. ആ ഡിസ്കണ്ടിന്യൂസ് ഗ്രാഫ് കാണിക്കാനുള്ള കാരണം എന്താണ്, നോർമൽ റേറ്റിനേക്കാളും ഹൈ ആണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റിനേക്കാളും ഹൈ ആണ് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ മുഴുവൻ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. ഇനി ക്രിട്ടിക്കൽ റേറ്റിനേക്കാളും ലോ ആണ് അവിടുത്തെ കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ മുഴുവൻ മണി ആയിട്ട് ഹോൾഡ് ചെയ്യും. അപ്പൊ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആണ് ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ കർവ് എന്താണ് ഡിസ്കണ്ടിന്യൂസ് വൺ ആണ്, അല്ലാതെ ഇൻവേഴ്സ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇൻഡിവിജ്വലിനെ ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ഇൻവേഴ്സ്ലി ആയിട്ടുള്ള അഗ്രഗേറ്റ് ഡിമാൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡിന്റെ ഈ ഇൻവേഴ്സ് കർവ് കാണിക്കുന്ന എവിടെയാ അഗ്രഗേറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഒരു എക്കോണമിയിലെ എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും കൂടെ ഈ ഒരു ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ അഗ്രഗേഷൻ ആണ് എന്ത് സംഭവിക്കുന്നത് ഈ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഈ ഒരു കർവിനെ കാണിക്കുക. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് ഈ ഒരു കർവ് മാത്രം. ഈ ആദ്യത്തെ ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി വരാനുള്ള കാരണം എന്താണ് ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഏതാണ് കറന്റ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റിനേക്കാൾ ഹൈ ആണെങ്കിൽ അവിടെ മുഴുവൻ ബോണ്ട്, കറന്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലിനേക്കാൾ ലെസ് ആണെങ്കിൽ മുഴുവൻ മണി ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അതാ ഇവിടെ തന്നിരിക്കുന്നത്. Then but when we go from the individual speculative demand for money to a aggregate speculative demand for money, the discontinuity of the individual wealth holders demand curve for the speculative cash balance
disappear and we obtain a continuous downward sloping demand function showing the inverse relationship between current rate of interest and speculative demand for money are shown in the figure. അപ്പം ഇവിടുത്തെ ഫിഗർ അനുസരിച്ച് ഇത് എന്താ അഗ്രഗേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആണ്. അല്ലാതെ ഇൻഡിവിജ്വലിന്റെ അല്ല, ഒരു മാർക്കറ്റിലെ അഗ്രഗേറ്റ് നേച്ചർ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ അഗ്രഗേറ്റ് നേച്ചർ അനുസരിച്ച് ഇവിടെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെ കർവ് നമുക്ക് കാണാൻ സാധിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും നിങ്ങളുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന അനുസരിച്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ് റൈസ് ചെയ്യുന്നു. അതിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതാണ് കൃത്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ R0 എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഏറ്റവും ലോ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഏറ്റവും ലോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റില് ഇവിടുത്തെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് പറയും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ലിക്വിഡിറ്റി ട്രാപ്പ് വിളിക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, അഗ്രഗേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉണ്ട്. ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ് ഡിസ്കണ്ടിന്യൂസ് വൺ ആണ്. അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ മണി ആണ് എന്ത് വരിക സ്മൂത്ത് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാം. അഗ്രഗേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ഈസ് smooth downward sloping with liquidity trap at the extremely low interest rate. According to the Keynes, higher the rate of interest, lower the speculative demand for money, and lower the rate of interest, the higher the speculative demand for money. The sum of the transaction and precautionary demand and speculative demand is the total demand for money. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളത് നോക്കാം. Keynes discussed the possibility of the existence of liquidity trap, which refers to the situation when at a certain very low level of rate of interest, which is R0, the speculative demand for money become perfectly elastic. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഏറ്റവും ലോ ആയിട്ടുള്ള, അതായത് ഒരു എക്കോണമിയിൽ ഒരിക്കലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0 ആകാൻ പറ്റില്ല. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓപ്പറേറ്റ് അല്ലെ. ബാങ്കിന് കിട്ടുന്ന റിട്ടേൺ എന്താ, അവർക്ക് കിട്ടുന്ന ലോൺ കൊടുക്കുന്ന ലോൺസിന് അവർക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോ ആകാൻ പറ്റില്ല. അപ്പം ഒരു എക്കോണമിയിലെ ഏറ്റവും മാക്സിമം ഏറ്റവും മിനിമം പോകാൻ പറ്റുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് R0 എന്ന് കാണിക്കുന്നത്. അപ്പൊ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഈ R0 എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റില് അവിടെ ആളുകൾ അവിടെ ഒരിക്കലും എന്തിലേക്ക് അവരുടെ അസറ്റ് എന്ന് പറയുന്നത് ബോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. അവർ മുഴുവനും മണി ആയിട്ട് മാത്രമായിരിക്കും കീപ്പ് ചെയ്യുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ പറയുന്ന സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്നതാണ് ഈ പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുന്ന പോയിന്റ് ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. This will happen when at R0 very low rate of interest, all the asset holders become bears, so that none of them will is willing to hold the bonds, and everyone wanted to move into cash. The R0 seems as the banking system and credit institutions have to survive on the rate of interest they earn. Hence that is an institutional rock bottom below which the rate of interest cannot fall. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും മിനിമം പോകാൻ പറ്റുന്ന ആ ഒരു പോയിന്റിനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ എല്ലാ ആളുകളും അവരുടെ മുഴുവൻ വെൽത്തും ക്യാഷ് ആയിട്ട് മാത്രമാണ് ഹോൾഡ് ചെയ്യുക. അവർ ഒരിക്കലും ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പിലെ ആളുകൾ എന്തേ ചെയ്യത്തുള്ളൂ, ക്യാഷ് ആയിട്ട് മുഴുവൻ വെൽത്തും ക്യാഷ് ആയിട്ട് മാത്രമാണ് അവർ ഹോൾഡ് ചെയ്യുക. അവർ ഒരിക്കലും എന്താണ് ബോണ്ട് ആയിട്ട് ഹോൾഡ് ചെയ്തത്. ദിസ് സിറ്റുവേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഫ്രം ദി point of view of the monetary policy. If the economy is in liquidity trap, it would mean that even the money supply is increased, the rate of interest will not fall as the economy is already operating at the minimum rate of interest. അപ്പം ഈ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ പറയുന്നത് ഈ ലിക്വിഡിറ്റി ട്രാപ്പിൽ നമ്മൾ പറഞ്ഞു ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വരച്ച് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യാം.
ഈ ലിക്വിഡിറ്റി ട്രാപ്പ് പിന്നെ എങ്ങനെ ആവുകയാണല്ലോ. ഓക്കെ, ഞാൻ വരയ്ക്കുന്നില്ല. ഇവിടെ നോക്കാം. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ നമ്മൾ കാണിച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ തിരിച്ചു പോകാം. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പറയുന്ന R0 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവിടുത്തെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സർവൈവ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇവിടെ യൂഷ്വൽ കേസസിൽ ഈ ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളറിയാം ക്ലാസിക്കൽസ് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മോണിറ്ററി പോളിസി യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കത്തില്ല? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി എന്ത് ചെയ്യത്തില്ല? ഡിക്രീസ് ചെയ്യത്തില്ല. അതായത് കെയ്ൻസ് പറഞ്ഞിരിക്കുന്ന മണി സപ്ലൈ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ എന്താണ് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്താണ് നാഷണൽ ഇൻകം കൂടുന്ന. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇവിടെ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല? ഇൻട്രസ്റ്റ് റേറ്റിനെ ഇനി കുറയ്ക്കത്തില്ല, ഇനി കുറയ്ക്കാൻ സംഭവിക്കത്തില്ല. മണി സപ്ലൈനെ കൂട്ടിയാൽ എന്താണ്? ഇനി ഒരിക്കലും R0ക്ക് താഴേക്ക് എക്കോണമിക്ക് പോകാൻ പറ്റില്ല. മിനിമം ഇൻട്രസ്റ്റ് റേറ്റാ. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ മോണിറ്ററി പോളിസി എന്താകത്തില്ല, ഇവിടെ എഫക്റ്റീവ് ആകില്ല ഈ ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻസിൽ. അപ്പൊ അതുകൊണ്ടാണ് കെയ്ൻസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? കെയ്ൻസ് ഫിസിക്കൽ പോളിസിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ ആ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിട്ട് ഒരു എക്കോണമിക്ക് പോകാൻ പറ്റുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഈ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് താഴേക്ക് ഒരിക്കലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയില്ല. അവിടെ മണി സപ്ലൈനെ നിങ്ങൾ എത്ര കൂട്ടിയാലും, മണി സപ്ലൈ കൂട്ടുക എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസിനെ എത്ര കൂട്ടിയാലും ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴെ പോകില്ല. അതുകൊണ്ട് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആണെന്നാണ് കെയ്ൻസ് പറയുക. ഈ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻസിൽ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആണ്. അതാ ഇവിടെ പറയുന്നത്. ദ സിറ്റുവേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി മോണിറ്ററി പോളിസി. ഇഫ് the economy is in liquidity trap, it would mean that even the money supply is increased, the rate of interest will not fall as the economy is already operating at the minimum rate of interest. ആ minimum rate of interest ലാണ് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഏരിയ ആണ്. അപ്പം ഇവിടെ എന്താണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുക? നമ്മൾ എന്ത് വേണ്ടിയാണ്? നമുക്കുണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വിളിക്കുക. അപ്പൊ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് ഇതിനെ അഫക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരു എക്കോണമിയിൽ ആളുകൾക്ക് വേണമെങ്കിൽ അവരുടെ വെൽത്ത് ബോണ്ട് ആയിട്ടും മണി ആയിട്ടും കീപ്പ് ചെയ്യാം. ബോണ്ടിൽ രണ്ട് രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ന് പറയുന്ന റിട്ടേണും, മറ്റൊന്ന് അവരുടെ ക്യാപിറ്റൽ ഗെയിനുമാണ്. അപ്പം ഈ ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അതായത് എക്കോണമിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ യൂഷ്വലി എന്താണ് രണ്ടായിട്ട്, കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ട്, നോർമൽ റേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോർമൽ റേറ്റിനേക്കാളും ഹൈ ആണെങ്കിൽ അവിടെ എന്താണ്? ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി കൂടുതലാണ്. അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? മണി ആയിട്ട് കീപ്പ് ചെയ്യത്തില്ല, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. അതിനർത്ഥം എന്തുവാ? ഇപ്പൊ കറന്റ് ബോണ്ട് കീപ്പ് ചെയ്ത ഫ്യൂച്ചറിൽ ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോർമൽ റേറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പം അവരുടെ കൈവശമുള്ള ബോണ്ടിന് ഹയർ പ്രൈസ് കിട്ടും, അതായത് ക്യാപിറ്റൽ ഗെയിൻ സംഭവിക്കാം. അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമലിനേക്കാളും അല്ലെങ്കിൽ ക്രിട്ടിക്കലിനേക്കാളും താഴെയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്ടേഷൻ എന്താ? ഫ്യൂച്ചറിൽ ഇവരുടെ ബോണ്ട് പ്രൈസ് റൈസ് ചെയ്യും. ആ റൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ മണി ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ആയതിനു ശേഷം എന്ത് ചെയ്താൽ മതി? ബോണ്ട് ബൈ ചെയ്താൽ മതി. അപ്പം ഇത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. എന്തൊക്കെ കാണാം? ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ എക്സിസ്റ്റിംഗ് ബോണ്ടും ന്യൂ ബോണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ PPT ഒന്ന് നിങ്ങൾ സ്ലോലി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതുപോലെ ഒന്നാണ്. പക്ഷെ അഗ്രഗേറ്റ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നതാണ് ഒരു ഇൻവേഴ്സ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പ് വരിക. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്
പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുകയാണ്. അതിനർത്ഥം ഇവിടെ മണി സപ്ലൈ കൂടിയാലും എന്ത് സംഭവിക്കത്തില്ല, ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി ഫോൾ ചെയ്യില്ല. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ മോണിറ്ററി പോളിസി അവിടെ എഫക്റ്റീവ് അല്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയുടെ ഫൈനൽ ആയിട്ടുള്ള ഏരിയസിലേക്ക് വരികയാണ്. എന്താണ് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി. അപ്പൊ ഈ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുന്നതാ? നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഇത് മൂന്നൂടെ ചേരുന്ന. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസാക്ഷൻ പർപ്പസും പ്രിക്കോഷണറി പർപ്പസും എന്താണ് ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് കണ്ടു. അതാ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഈ ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവ് ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി മൂന്നാമത്തെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ്. ഒന്ന് ഇൻകത്തിന്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെയും. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടും, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറയും. ഇനി അതുപോലെ തന്നെ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കുറയും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടും. അപ്പം ഇവിടെ എന്താണ് ഒരു ഇൻവേഴ്സ് റിലേഷൻ, ഡിമാൻഡ് ഫോർ മണി ആയിട്ടൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പും നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. Where Y is income and R is the interest rate. A rise in the income increase the money demand and rise in the interest rate decrease the money demand. അപ്പം ഇവിടെ മണി ഡിമാൻഡ് ഫംഗ്ഷനെ മാത്തമാറ്റിക്കലി ഇവിടെ കാണിച്ചാൽ MD is equal to C0 plus C1Y minus C2R എന്നാണ്. അത് C0 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ദെൻ C1 എന്ന് പറയുന്നത് എന്താ ഇൻകത്തിന്റെ ഏതാണ് പാരാമീറ്റർ ആണ്. C2 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ പാരാമീറ്റർ ആണ്. അപ്പൊ അവിടെ മൈനസ് സൈൻ കാണിച്ചത് എന്താ ഈ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കാനാണ് മൈനസ് സൈൻ കാണിച്ചിരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട്. ഇൻകത്തിന് പോസിറ്റീവ് സൈൻ ആണ്, അത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമിനേഷൻസിന് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഇനിഷ്യലി മണി സപ്ലൈ എന്ന് പറയുന്നത് MS0 ആണ്. അപ്പൊ അവിടെ മണി ഡിമാൻഡുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നു. അവിടെ R0 എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സംഭവിച്ചു, ഡിറ്റർമിൻ ചെയ്തു. ഇനി എന്താണ് മണി സപ്ലൈ കൂട്ടി എന്ന് വിചാരിക്കുക. അതായത് മണി സപ്ലൈ കൂടുമ്പോൾ എന്താ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, എക്സോജനസ് ആയിട്ടുള്ള ഒരു മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്രീസ് ചെയ്യുക. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ലിക്വിഡിറ്റി ട്രാപ്പിൽ ഇത് സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പിൽ ഇത് സംഭവിക്കാൻ ചാൻസ് ഇല്ല. മണി സപ്ലൈ കൂടിയാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയില്ല ലിക്വിഡിറ്റി ട്രാപ്പ്. പക്ഷെ നോർമൽ കേസാണ്. ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. ഇങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്ത വഴി അതെന്ത് സംഭവിക്കും? ഇൻകത്തിനെയും പ്രൈസ് ലെവലിനെയും റൈസ് ചെയ്യും. അപ്പം നോർമൽ കേസസിൽ RCR അതായത് മണി സപ്ലൈ കൂടിയാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയാറ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ മറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് പോലുള്ള കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെയാണ് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലെസ് ആകുക എന്നുള്ള അല്ലെങ്കിൽ കുറയുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ മണി സപ്ലൈ കൂടുമ്പോൾ എന്താണ് സംഭവം? ദ കെയ്നീഷ്യൻ മണി ഡിമാൻഡ് കർവ് ഷോൺ ദാറ്റ് വെൻ ദി ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ പീപ്പിൾ ഡിമാൻഡ് മോർ മണി. ദിസ് curve slope downward. To keep the curve stable, income level must stay fixed. The money supply is set by the central bank. If the income increases, money demand increases and curve shift right. അപ്പൊ ഇവിടെ നമുക്ക് ഇൻകത്തിന്റെ ഫംഗ്ഷനും തന്നിരിക്കും, ഇൻകത്തിന്റെ റിലേഷൻഷിപ്പും കാണിക്കണ എന്ത് ചെയ്താൽ മതി? ഇൻകം കൂടുമ്പോൾ മണി ഡിമാൻഡ് കൂടുക പറഞ്ഞു. അപ്പൊ ഈ മണി ഡിമാൻഡ് കർവിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി ആ ഇൻകം കൂടിയതിന്റെ എഫക്ട് കാണണമെങ്കിൽ. അപ്പൊ ഇൻകം കൂടിയ മണി ഡിമാൻഡ് കൂടും. അപ്പം ഇൻകം കൂടുന്നത് കാണിക്കണമെങ്കിൽ ഈ ഒരു കർവിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഇൻകം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ ഇൻകം കൂടുന്നതായിട്ട്, അതായത് ഇൻകം കൂടുമ്പോൾ മണി ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇനീഷ്യലി ഇവിടെയായിരുന്നു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇൻകം കൂടി, അതായത് മണി ഡിമാൻഡ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇനിഷ്യൽ ആയിട്ടുണ്ടായിരുന്ന മണി സപ്ലൈയില് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? കൂടി. ഇനി മണി സപ്ലൈ എന്ത് സംഭവിച്ചു? മണി സപ്ലൈ ഷിഫ്റ്റ് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇതാണ് ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പൊ അതൊന്ന് വരച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. When the money supply increases, initially there is an extra money in the system. People try to get rid of this by buying bonds, which pushes bond prices up and interest rate down. അപ്പം എക്സസ് ആയിട്ട് മണി സപ്ലൈ ഉണ്ടാകുമ്പോൾ, മാർക്കറ്റിൽ എക്സസ് മണി ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ എക്സസ് മണീനെ ഒന്നെങ്കിൽ സ്പെൻഡ് ചെയ്യും, അതല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും?
ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ബോണ്ടിന് കൂടുതൽ ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോണ്ട് പ്രൈസ് കൂടുന്നു, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. ആസ് ദ റേറ്റ് ഫോൾസ് മണി ബിക്കം മോർ അട്രാക്റ്റീവ് ടു ഹോൾഡ് ആൻഡ് ദി മാർക്കറ്റ് റീച്ചസ് ദി ന്യൂ ഇക്വിലിബ്രിയം അറ്റ് ദ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. R1 എന്ന് പറയുന്ന ലോവർ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കൃത്യം അറിഞ്ഞു വെക്കുക. അതായത് ഇവിടെ ഈ ഇക്വിലിബ്രിയം വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? M0 എന്ന് പറയുന്ന മണി സപ്ലൈ M2 ആയി. അപ്പൊ M2 ആകുമ്പോൾ ഏകദേശം ഇത്രയും ലെവൽ എക്സസ് മണി സപ്ലൈ ആണ്. ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസയാണ്. അപ്പൊ ആളുകൾ അതെന്ത് ചെയ്യും? ഈ കൂടുതൽ പൈസ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ ബോണ്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പൊ ബോണ്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബോണ്ടിന്റെ പ്രൈസ് കൂടും. ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അപ്പൊ ബോണ്ട് പ്രൈസ് കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യുന്നു. അങ്ങനെ ഇക്വിലിബ്രിയം തിരിച്ച് റീച്ച് ചെയ്യുന്നു. ആ ഒരു റിലേഷൻഷിപ്പും കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നിങ്ങൾ 2-3 തവണ വായിച്ച് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ കൺഫ്യൂഷൻസ് ഉണ്ട്, ഒന്നുകൂടെ വായിക്കുക. നന്നായിട്ട് PPT ഏരിയാസ് ഒന്ന് വായിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ക്വസ്റ്റ്യൻസിൽ നിന്ന് കുറെ അഡീഷണൽ പോയിന്റ്സ് നമുക്ക് കിട്ടാനുണ്ട്. അതിലേക്ക് വരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യാം ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കെനീഷ്യൻ സിസ്റ്റം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എറൈസ് ബിക്കോസ് ഓഫ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ, ടു ബ്രിഡ്ജ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇവൻച്വൽ എക്സ്പെൻഡിച്ചർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസസ്. ഒന്ന് ട്രൈ ചെയ്തേ, ഏതാണെന്ന് ആൻസർ ഒന്ന് ട്രൈ ചെയ്തേ. കോമ്പിനേഷൻ ചൂസ് ചെയ്യണം. ഏതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാ? ഓപ്ഷൻ 4 എടുക്കുക അല്ലെ? ഓപ്ഷൻ 4ന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് പ്രൈസ്, അത് ഡയറക്ട്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ്? അൺസർട്ടനിറ്റി ഓഫ് ദി ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി ആണ്. ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് നോർമലിനെക്കാളും കൂടുവോ കുറയോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പം ഈ 2 പോയിന്റ്സ് ആണ് അവിടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉണ്ടാകാനുള്ള മേജർ. അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചേഴ്സ് എന്താ? പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയാണ്. ദെൻ ടു ബ്രിഡ്ജ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഇവൻച്വൽ എക്സ്പെൻഡിച്ചർ, അതെന്താ? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയാണ്, അത് സ്പെക്കുലേറ്റീവ് അല്ല. അപ്പം ഇവിടെ 1ഉം 4ഉം ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ് പിന്നീട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലിക്വിഡിറ്റി ട്രാപ്പ് ഈസ് എ സിറ്റുവേഷൻ വെൻ all potential investors expect the rate of interest to rise in the future. All potential investors expect the rate of interest to fall in the future. Or natural rate of interest is above the critical rate of interest. Demand for money for speculative purpose is interest inelastic. നിങ്ങൾ വളരെ കാണുമ്പോൾ വളരെ പ്രശ്നമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എന്തായിരിക്കും സംഭവിക്കുക? ലാസ്റ്റ് വണ്ണില് പുറയുന്ന വരാം നമുക്ക്. ഡിമാൻഡ് ഫോർ മണി ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസ് ഈസ് ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണോ? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ്. ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് വരുന്ന ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും പിന്നെ എന്താ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയാണ്. നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് എബോവ് ക്രിട്ടിക്കൽ റേറ്റ് ഓഫ്. നാച്ചുറലിനേക്കാളും മുകളിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് അല്ല. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഏറ്റവും മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെ? അപ്പൊ അത് ഒരിക്കലും നാച്ചുറലിനേക്കാളും മുകളിലല്ല, അതും തെറ്റാണ്. All potential investors expect the rate of interest to fall in further. ഇനി ലിക്വിഡിറ്റി ട്രാപ്പിൽ ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോൾ ചെയ്യുക ഇല്ല. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കുകയാണ് ഇനിയും ഫോൾ ചെയ്യുന്നു. ഒരിക്കലും ലിക്വിഡിറ്റി ട്രാപ്പിന് താഴേക്ക് ഇനി ഫോൾ ചെയ്യത്തില്ല. ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്താ സംഭവിക്കുക?
ഏറ്റവും മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പം പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്താ? ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം? ഇനി കൂടാം. ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാം, ഇനി കുറയില്ല, കുറയാൻ ഒരു ചാൻസും ഇല്ല. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഇതിന്റെയും എക്സ്പ്ലനേഷൻ ഇവിടെയുണ്ട്. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. നെക്സ്റ്റ് വൺ. സപ്പോസ് ദ മണി സപ്ലൈ ആൻഡ് ദ പ്രൈസ് ലെവൽ ആർ കോൺസ്റ്റന്റ് and the demand for money is a function of income and interest rate, then the income level increases, there is. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മണി സപ്ലൈയും പ്രൈസ് ലെവലും കോൺസ്റ്റന്റ് ആണ്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻകത്തിന്റെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെയും ഫംഗ്ഷൻ, അതായത് കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയുടെ ഫംഗ്ഷനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻകം ഇൻകം ലെവൽ കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും? ആൻഡ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡിമാൻഡഡ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. An increase in the quantity of money demanded and a decrease in the rate of interest. A decrease in the quantity of money demanded and a decrease in the rate of interest. A decrease in the quantity of money demanded and a increase in the rate of interest. ഒന്ന് ആലോചിച്ച് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് എന്താ ആ ഗ്രാഫ് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസിലി നിങ്ങൾക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ, ഈ ഡിമാൻഡ് ഫോർ മണി എന്താണ്? സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്, ഡിമാൻഡ് ഫോർ മണി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇൻകം കൂടിയാൽ എന്താ സംഭവിക്കുക? ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഈ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരും. ഈ ഒരു ഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചത് ഏതാ? ഇനിഷ്യലി ഓൾഡ് മണി ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇൻകം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഡിമാൻഡ് റൈസ് ചെയ്തു. അപ്പൊ മണി സപ്ലൈ റൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇനീഷ്യലി ഇൻട്രസ്റ്റ് റേറ്റ് ഇതായിരുന്നു, അത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുന്നു. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകുമായിട്ട് പോസിറ്റീവ്ലി റിലേറ്റഡ്. ഇൻകം കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡും കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ. ഇൻ ലിക്വിഡിറ്റി ട്രാപ്പ് ദ ഡിമാൻഡ് ഫോർ മണി ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക്. റീസൺ? ബിക്കോസ് ഇൻ ദിസ് സിറ്റുവേഷൻ all the investors expect the market rate of interest to rise towards the natural rate of interest. Assertion നോക്കുക. ലിക്വിഡിറ്റി ട്രാപ്പില് മണിയിൽ പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഓർ റോങ്? രണ്ടാമത്, ബിക്കോസ് ഇൻ ദിസ് സിറ്റുവേഷൻ ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു റൈസ് ടുവേർഡ്സ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ആണ്. അപ്പം എയും ആറും തന്നിട്ടുണ്ട്. എയും ആറും കറക്റ്റ് ആണോ? അതിനുശേഷം എയുടെ എക്സ്പ്ലനേഷൻ തന്നെയാണോ ആർന്ന് നോക്കുക. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഡൗട്ടും ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണ് ലിക്വിഡിറ്റി ട്രാപ്പിൽ. ഇനി അതുപോലെ തന്നെ ഏറ്റവും മിനിമം ഇൻട്രസ്റ്റ് റേറ്റാ. അപ്പൊ അവരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ എക്സ്പെക്ടേഷൻ എന്താ? താമസിക്കാതെ തന്നെ ലോങ് ടേം ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റിലേക്ക് അത് തിരിച്ചു വരും എന്നുള്ളതാ. അതും റൈറ്റ്. ആറും പറഞ്ഞിരിക്കുന്നത് റൈറ്റാ. അപ്പൊ രണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പിന്റെ സിറ്റുവേഷൻസ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ആറ് തന്നെയാണ് എയുടെ എക്സ്പ്ലനേഷൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണോ? അതിന്റെയും എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് സീറോ when the market rate of interest is more than the critical rate, more than the market rate of interest but less than the critical rate, and less than the market rate of interest lowest, that is liquidity trap. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് സീറോ ആകുന്നത് എപ്പോഴാണ്? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ ആകുന്നത് എപ്പോഴാണെന്നാണ്. അതായത് സ്പെക്കുലേറ്റീവ് മണി ഡിമാൻഡ് ചെയ്യാതെ മുഴുവനും ബോണ്ട് ആയിട്ട് ആളുകൾ കീപ്പ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലിക്വിഡിറ്റി ട്രാപ്പില് ആളുകൾ, അതായത് ലാസ്റ്റ് ഓപ്ഷൻ ലിക്വിഡിറ്റി ട്രാപ്പാ. ലിക്വിഡിറ്റി ട്രാപ്പിൽ ആളുകൾ മുഴുവൻ ബോണ്ട് ആയിട്ടേ കീപ്പ് ചെയ്യത്തുള്ളൂ. അവര് എന്ത് ചെയ്തില്ല? ലിക്വിഡിറ്റി ട്രാപ്പിൽ മുഴുവൻ മണി ആയിട്ടേ, തെറ്റിപ്പോയി. ലിക്വിഡിറ്റി ട്രാപ്പിൽ മുഴുവൻ മണി ആയിട്ടേ, കാരണം അവിടെ എന്താ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റാ. അപ്പൊ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് മുഴുവൻ മണി ആയിട്ട് ആളുകൾ കീപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്തല്ല? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ അല്ല ലിക്വിഡിറ്റി ട്രാപ്പിൽ. ഇനി ഏത് സിറ്റുവേഷനിലാണ് സീറോ ആകുന്നത്? ക്രിട്ടിക്കൽ റേറ്റ് മോർ ദാൻ ദ ക്രിട്ടിക്കൽ റേറ്റ്, അതായത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ റേറ്റിനേക്കാളും മുകളിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മുഴുവൻ ബോണ്ടായിട്ട് കീപ്പ് ചെയ്യും. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൈ ആണ്, നോർമലിനേക്കാൾ ഹൈ ആണ്. അതായത് കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ നോർമലിനേക്കാൾ ഹൈ ആണ്. അപ്പൊ അവർ മണി എന്ത് ചെയ്യത്തില്ല? ഡിമാൻഡ് ചെയ്യത്തില്ല. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി സീറോ ആയിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ അവിടെയും എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. കൺഫ്യൂഷൻസ് ഉള്ളവര് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ക്ലാസ്സിന് ശേഷം. ഓക്കെ, നെക്സ്റ്റ് വൺ.
According to Keynes, individual hold either cash or all bonds. Reason, because according to him, speculative demand for money is associated with uncertainty. Speculative demand for money uncertain ആണ്. ആദ്യത്തെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു കെയ്ൻസ് ഇൻഡിവിജ്വൽ ഹോൾഡ് ഐദർ ക്യാഷ് ഓർ ഓൾ ബോണ്ട്. ഒന്നെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ മുഴുവൻ ബോണ്ട് ചെയ്യും. എക്സാക്ട്ലി കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ വെൽത്ത് ഒന്നെങ്കിൽ ബോണ്ട് ആയിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആകുമ്പോൾ മുഴുവൻ ബോണ്ട് ആയിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണെങ്കിൽ മുഴുവൻ ക്യാഷ് ആയിട്ടും കീപ്പ് ചെയ്യും. അപ്പൊ ആ എ പറഞ്ഞിരിക്കുന്ന റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ, because according to him speculative demand for money is associated with uncertainty. അപ്പൊ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ അൺസർട്ടേണിറ്റി ആണെന്ന് പറഞ്ഞത്. നമ്മൾ അൺസർട്ടേണിറ്റി ഓഫ് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ അൺസർട്ടേണിറ്റി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് കുറച്ച് ഡിബേറ്റ് നടക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ യൂഷ്വൽ കേസസിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് അൺസർട്ടേണിറ്റി ഓഫ് ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആര് പറയാ? കെയ്ൻസ് പറയാ. ഇവിടെ ജനറൽ അൺസർട്ടേണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന 6 കറക്റ്റ് അല്ല. നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറയുക എന്താണ്, റിഗ്രസീവ് എക്സ്പെക്ടേഷൻ മോഡൽ അനുസരിച്ച് ഈ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള അൺസർട്ടേണിറ്റി ആണ് ഈ ഒരു ബോണ്ട് കീപ്പ് ചെയ്യണം, മണി കീപ്പ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് അസോസിയേറ്റഡ് വിത്ത് അൺസർട്ടേണിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻട്രസ്റ്റ് റേറ്റും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാം. അവിടെ അൺസർട്ടേൺ അല്ല സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. നമുക്ക് അൺസർട്ടേണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ബോണ്ട് കീപ്പ് ചെയ്യണോ മണി കീപ്പ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ വരും. അപ്പം എ റൈറ്റ് ആണ്, 6 റോങ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, കെയ്ൻസിന്റെ ഐഡിയയില് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് മുഴുവൻ ഹോൾഡ് ചെയ്യും. എപ്പോഴാണ് ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് മിനിമം ആണെങ്കിൽ, ഏറ്റവും മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ക്യാഷ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇനി ഹയർ ക്രിട്ടിക്കൽ റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ക്രിട്ടിക്കൽ റേറ്റിനേക്കാളും കറന്റ് റേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ മുഴുവൻ എന്തായിരിക്കും? ബോണ്ട് ആയിട്ടും അവര് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഓർത്തഡോക്സ് കെനീഷ്യൻസ്? ഏർലി കെനീഷ്യൻസിനോട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഈസ് എക്സ്ട്രീംലി ഹൈ. Interest elasticity of demand for money is low. Changes in the quantity of money do not have an important predictable effect on level of economic activity. Demand for money is unstable. ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ, നമുക്ക് എന്താ തോന്നുന്നത്? Okay, first point, interest elasticity of demand for money is extremely high. Exactly correct. Interest rate എന്ന് പറയുന്ന demand for money എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുമ്പോൾ പ്രിക്കോഷണറി, സ്പെക്കുലേറ്റീവും ട്രാൻസാക്ഷനും എല്ലാം വരും. അപ്പൊ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് എന്താണ്, സെൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണ്. രണ്ടാമത് ഫസ്റ്റ് റൈറ്റ് ആണ്, സെക്കൻഡ് റൈറ്റ് അല്ല. സെക്കൻഡ് അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് എലിമിനേറ്റ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഇൻട്രസ്റ്റ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ഈസ് വെരി ലോ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അത് കളഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തത്. ചേഞ്ചസ് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് money do not have important predictable effect on the level of economic activity. അതായത് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി ട്രാപ്പിനെ ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്കൽ പോളിസി ആണ് മോർ എഫക്റ്റീവ് മോണിറ്ററി പോളിസിനേക്കാളും കെയ്ൻസ് പറയാനുള്ള കാരണം ഈ ലിക്വിഡിറ്റി ട്രാപ്പില് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മണിയിൽ നിങ്ങൾ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല. അപ്പം ഒരു ഇമ്പോർട്ടന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ, വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ എഫക്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എഫക്ട് ഉണ്ട്, ലിക്വിഡിറ്റി ട്രാപ്പ് അല്ലെങ്കിൽ അവിടെ എന്താ സർട്ടൈൻ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ചേഞ്ച് ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഡു നോട്ട് ഹാവ് ഇമ്പോർട്ടന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ എഫക്ട് ഓൺ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ മോണിറ്ററി പോളിസി എന്തല്ല, എഫക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എടുക്കാം. ലാസ്റ്റ് വൺ, ഡിമാൻഡ് ഫോർ മണി ഈസ് അൺസ്റ്റേബിൾ എന്നാ പറയുന്നത്. എക്സാക്ട്ലി കറക്റ്റ്, അൺസ്റ്റേബിൾ ആ. ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എപ്പോഴും എന്ത് ചെയ്താൽ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അവരെന്ത് ചെയ്യും, ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും. അപ്പം ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കെയ്ൻസിന്റെ ഐഡിയയിൽ എന്താണ്, അൺസ്റ്റേബിൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കെയ്ൻസിന്റെ ഐഡിയയിൽ അൺസ്റ്റേബിൾ ആണ്. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യുന്നു, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നാലാമത്തത് റൈറ്റ് ആണ്. അപ്പൊ 134 ആണ് റൈറ്റ് ആയിട്ട് വന്നത്. Early Keynesian argued that due to changes in the expectation and uncertainty about future interest rate,
the demand for money is not stable, especially speculative demand. Money affect the economy indirectly through interest rate, but in the situation like a liquidity trap, people prefer hold cash over bond, so changes in the money supply don't lower interest rate effectively. As a result, investment and output may not respond to changes in the money supply. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ മൂന്നാമത്തതും പറയാം. Okay, next one. Individual speculative demand for money is a discontinuous one. Then reason, because the aggregate speculative demand for money function is smooth downward sloping with liquidity trap at extremely low interest rate. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ആദ്യത്തെ എന്താണ്? ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഡിസ്കണ്ടിന്യൂസ് വൺ എന്നാന്ന് പറഞ്ഞു, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത ഗ്രാഫ് അല്ലെ. ദെൻ അതുപോലെ തന്നെ രണ്ടാമത്തെ പറയുന്ന അഗ്രഗേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താണ്? സ്മൂത്ത് ഡൗൺവേർഡ് ഫംഗ്ഷൻ ആണെന്നാ പറയുന്നത്. എക്സ്ട്രീംലി ലോയിൽ ലിക്വിഡിറ്റി ട്രാപ്പ് വരും, അതും റൈറ്റ് ആണ്. അപ്പൊ ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പൊ ബി ആണ്, സോറി ഏതാണ്, എ റൈറ്റ് ആണ്, ആറും റൈറ്റ് ആണ്, എയും റൈറ്റ് ആണ്, ആറും റൈറ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ രണ്ടുപേരും തമ്മിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതെന്നുള്ള റീസൺ ആയിട്ട് നമുക്ക് ആറിനെ പറയാൻ പറ്റുമോ? ഇല്ല. എ പറഞ്ഞിരിക്കുന്നത് ഇൻഡിവിജ്വൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണീനെയും ആറ് പറഞ്ഞിരിക്കുന്നത് അഗ്രിഗേറ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. അപ്പം ഇത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം എ കറക്റ്റും ആറും കറക്റ്റും, പക്ഷെ ആറ് എയുടെ എക്സ്പ്ലനേഷൻ അല്ല. Then which one of the following would be inconsistent with the Keynesian view about the effectiveness of monetary policy? Velocity of money is relatively stable. The demand for money is unstable. The demand for money is interest sensitive. Investment demand is unstable എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട് നോക്കട്ടെ. ആദ്യത്തെ നമുക്ക് വെലോസിറ്റി ഓഫ് മണി ഈസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കെയ്ൻസ് അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് റൈറ്റ് അല്ല, ഇൻകൺസിസ്റ്റന്റ് ആണ് കെനീഷ്യൻ വ്യൂ ആയിട്ട്. ഡിമാൻഡ് ഫോർ മണി ഈസ് അൺസ്റ്റേബിൾ, എക്സാക്ട്ലി റൈറ്റ്. നേരത്തെ ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയിൽ ചേഞ്ച് കൊണ്ടുവരാം, അതുകൊണ്ട് അൺസ്റ്റേബിൾ ആണ്, അത് റൈറ്റ് ആണ്. The demand for money is interest sensitive, exactly right ആണ്, ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആണ്. ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റും ആയിട്ട് റിലേറ്റഡ് ആണ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് അൺസ്റ്റേബിൾ, ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഏതാണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡും അൺസ്റ്റേബിൾ ആണ്. അപ്പൊ റൈറ്റ് ആയിട്ട് വരുന്നത് എ ആണ്. എ തെറ്റാണ്, അതായത് കെനീഷ്യൻ ഐഡിയാസുമായിട്ട് കറക്റ്റ് അല്ല എ. ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസും കെനീഷ്യൻ ഐഡിയാസ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് വരും. ആനിമൽ സ്പിരിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആനിമൽ സ്പിരിറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് എന്ന് പറയുന്ന അൺസ്റ്റേബിൾ എന്ന് പറയാനുള്ള മേജർ റീസൺ ആനിമൽ സ്പിരിറ്റ് ആണ്. നമ്മുടെ എമോഷൻസ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത്. എമോഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ചേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് അൺസ്റ്റേബിൾ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഫോർ കെനീഷ്യൻ ഡിമാൻഡ് ഫോർ മണി, which of the following is correct? People wish to hold money in the form of cash, bond, cash or bond and neither cash nor bond. ഏതാ റൈറ്റ് ആയിട്ട് വരാം? മണി കീപ്പ് ചെയ്യുന്ന എന്താ? ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബോണ്ട് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പം ക്യാഷ് ഓർ ബോണ്ട്, സി ആണ് റൈറ്റ് ആയിട്ട് വരാം. റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ലിക്വിഡിറ്റി ട്രാപ്പ് ഈസ് എ സിറ്റുവേഷൻ when people prefer to hold money rather than investing it. Liquidity preference is a situation when people prefer to invest money rather than hold it. Liquidity crunch is the situation of short supply of money in the money market. Credit crunch is a situation of short supply of money in the loan market. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മൂന്ന് ഓപ്ഷൻസ് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി ട്രാപ്പ്. Liquidity trap is a situation when people prefer to hold money rather than investing it. Exactly right, right statement. Liquidity trap ൽ ആളുകളുടെ ബോണ്ട് കീപ്പ് ചെയ്തില്ല, അവർ മണിയാണ് കൂടുതലും കീപ്പ് ചെയ്യുക. Then liquidity preference is a situation when people prefer to invest money rather than hold it. അല്ല, liquidity preference എന്ന് പറഞ്ഞാൽ ആളുകൾ മണി കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, മണി ഹോൾഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നു, അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതല്ല. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തെ, liquidity crunch is a situation of ഷോർട്ട് സപ്ലൈ ഓഫ് മണി ഇൻ ദി മണി മാർക്കറ്റ്. എക്സാക്ട്ലി കറക്റ്റ് ആണ്. ലിക്വിഡിറ്റി ക്രഞ്ച് എന്ന് പറഞ്ഞാൽ മണി മാർക്കറ്റിലെ ബാങ്ക്സ് പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് അവൈലബിൾ അല്ലാതെ വരുന്നത്, അതിനെയാണ് ലിക്വിഡിറ്റി ക്രഞ്ച് എന്ന് വിളിക്കുക. ഇനി ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ലോൺ മാർക്കറ്റിൽ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ ആണ് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ എ
CD, ACD എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട്. അപ്പൊ എന്താണ് ലിക്വിഡിറ്റി ക്രഞ്ചിനും ക്രെഡിറ്റ് ക്രഞ്ചിനും ഉള്ളത് മാത്രം സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാകാനുള്ള റീസൺ എന്താ? ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അവര് മണി ഹോൾഡ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുക, അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് ബി തെറ്റാണ്. ബി പറഞ്ഞേക്കുന്ന തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ദെൻ റീസെന്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിലേക്ക്. ഇൻ ദ എക്സ്ട്രീം കേസ് ഓഫ് ലിക്വിഡിറ്റി ട്രാപ്പ് there will be tendency to buy bonds. Most of the investors will show bearish behavior. Cash will be less preferred. Price of the bond will be low. ഇവിടെ നോക്കുക, എക്സ്ട്രീം ലിക്വിഡിറ്റി ട്രാപ്പിൽ എന്താ സംഭവിക്കുക? ക്യാഷ് വിൽ ബി ലെസ് പ്രിഫേർഡ് ആണോ? അല്ല, ക്യാഷ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ, ക്യാഷ് ആണ് പ്രിഫർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ അതിനെ എലിമിനേറ്റ് ചെയ്യാം, സീനെ എലിമിനേറ്റ് ചെയ്യാം. ദെൻ there will be tendency to buy bonds. അല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ. ലിക്വിഡിറ്റി ട്രാപ്പിൽ ആളുകൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, അവരൊരിക്കലും ബൈ ചെയ്യത്തില്ല, സെല്ല് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ഷോ ബേറിഷ് ബിഹേവിയർ. ബേറിഷ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിംഗ് ബിഹേവിയർ ആണ്. അതായത് മാർക്കറ്റിലെ ഡൗൺവേർഡ് ട്രെൻഡ്, കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് ബേറിഷ് ബിഹേവിയർ എന്ന് പറയുക. ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ബൈ ചെയ്യുന്ന, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്ന സമയമാണ് ബുള്ളിഷ് ട്രെൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ബേറിഷ് ബിഹേവിയർ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസസ് ആർ ഫോളോയിങ്, ഇൻവെസ്റ്റേഴ്സ് ആർ പെസിമിസ്റ്റിക്, selling pressure is high, and there is a negative sentiments in the market. It's characterized by downward momentum and increased risk aversion. Bullish trend ആണെങ്കിലോ, prices are high, investors are optimistic, buying pressure is high, and there is a positive sentiment in the market. It's characterized by upward momentum and increased risk appetite. അതായത് ഇവിടെ ലിക്വിഡിറ്റി ട്രാപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കത്തില്ല, അതുകൊണ്ട് അതൊരു ബേറിഷ് ബിഹേവിയർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് വൺ, ഇൻ ദ കെയ്നീഷ്യൻ സിസ്റ്റം ആൻ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ വിൽ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ഇൻക്രീസ് ഇൻ ദ കൺസംപ്ഷൻ വിയ റിയൽ ബാലൻസ് എഫക്ട്, ഇൻക്രീസിംഗ് bond demand and thereby reducing the interest rate, reducing the demand, reducing the bond demand, thereby reducing the interest rate, increasing real wage and thereby increasing the transaction demand. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കെയ്നീഷ്യൻ സിസ്റ്റത്തില് മണി സപ്ലൈ കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. മണി സപ്ലൈ കൂടി, ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, ഇൻ കെയ്നീഷ്യൻ സിസ്റ്റം ആൻഡ് ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ വിൽ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ് ആൻഡ് സർവീസസ് ബൈ, എങ്ങനെയാണ്? നമ്മള് മണി സപ്ലൈ അധികം ആയി കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അവരുടെ അഡീഷണൽ മണീനെ അവര് സാധനങ്ങൾ മേടിക്കാൻ, അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കൂടുതൽ ബോണ്ട് ഡിമാൻഡ് ചെയ്യും, കൂടുതൽ ബോണ്ട് ഡിമാൻഡ് ചെയ്യും. അങ്ങനെ കൂടുതൽ ബോണ്ടുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു. ബോണ്ട് പ്രൈസ് ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അവരുടെ കൂടുതൽ മണി സപ്ലൈ അധികം ആകുമ്പോൾ ആ അഡീഷണൽ മണി സപ്ലൈനെ സാധനങ്ങൾ മേടിക്കാനും ബോണ്ടിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, ബോണ്ടുകളെ മേടിക്കാനും തുടങ്ങും. ഡിമാൻഡ് കൂടുമ്പോൾ ബോണ്ട് പ്രൈസ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ബോണ്ട് പ്രൈസ് കൂടിയാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു, അല്ലെ? ഇത് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരിക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ. ദെൻ there is an inverse relation between the rate of interest and the speculative demand for money. This is due to ഈ speculative demand for moneyയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാനുള്ള മേജർ റീസൺ കെയ്ൻസ് പറയുന്നത് ഈ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ മോണിറ്ററിസ്റ്റേഴ്സിന്റെയാണ്, റാഷണൽ എക്സ്പെക്ടേഷൻ ന്യൂ ക്ലാസിക്കൽസിന്റെയാണ്. അപ്പൊ റിഗ്രസീവ് എക്സ്പെക്ടേഷൻ ആണ് ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വരാനുള്ള മേജർ റീസൺ എന്ന് പറയും. Okay. Then consequences for holding money by an individual. ആളുകൾ മണി ഹോൾഡ് ചെയ്യുന്നതിനുള്ള മേജർ ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നമ്മൾ മണി ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ? ഒന്നാമത്തെ, ലോസ് ഓഫ് യൂട്ടിലിറ്റി ബൈ നോട്ട് പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസ്. എക്സാക്ട്ലി റൈറ്റാ. ഞാൻ മണി ചുമ്മാ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? സാധനങ്ങൾ മേടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ യൂട്ടിലിറ്റിനെ ഞാൻ ഫോർഗോൺ ചെയ്യുകയാണ്. അപ്പൊ അതൊരു റീസൺ ആണ്. ഫോർഗോൺ ഇൻട്രസ്റ്റ് ബൈ നോട്ട് സേവിങ്. എക്സാക്ട്ലി കറക്റ്റ്. സേവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഫോർഗോൺ ചെയ്യുന്നു. ഏത്? മണി ചുമ്മാ ഹോൾഡ് ചെയ്യുമ്പോൾ. ഫോൾ ഓഫ് റിയൽ വാല്യൂ ഓഫ് മണി ബൈ ഡീഫ്ലേഷൻ. അല്ല, മണി ഫോൾ, അതായത് റിയൽ വാല്യൂ ഫോൾ ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻഫ്ലേഷൻ വരുമ്പോഴാണ്, അല്ലാതെ ഡീഫ്ലേഷൻ വരുമ്പോൾ അല്ല. അപ്പൊ സി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അവിടെ ഇൻഫ്ലേഷൻ ആയിരുന്നേ അത് റൈറ്റ് ആയിരുന്നു, പക്ഷെ ഇതെന്താണ്? ഡീഫ്ലേഷൻ വന്നിരിക്കുന്നത്, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റാ. ലോസ് ഓഫ് റിട്ടേൺ ബൈ നോട്ട്
പർച്ചേസിങ് അതർ അസറ്റ്സ്, എക്സാക്ട്ലി റൈറ്റ് ആണ്. ബോണ്ട് പോലുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യാതിരിക്കുന്ന ആ ഒരു റിട്ടേൺ ലോസും ഇതിന്റെ കോൺസിക്വൻസ് ആണ്. അപ്പം എ ബി ഡി എന്ന് പറയുന്നതാണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ റൈറ്റ് ഓപ്ഷൻ ബി ആണ്. എ ബി ഡി ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കെനീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ആണ് പഠിച്ചത്. എനിക്കറിയാം കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ ഈ PPT ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻസ് പിന്നെയും ഒന്ന് എടുത്ത് തന്നെ ചെയ്ത് നോക്കുക. അതിന്റെ ആൻസേഴ്സ് നോക്കാതെ തന്നെ ചെയ്ത് നോക്കുക. അപ്പം ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ ഈ ഒരു ഡിമാൻഡ് ഫോർ മണി തിയറി എന്ന് പറയുന്ന പോർഷൻ ആണ് മാക്രോയിൽ നമുക്ക് ഏറ്റവും ട്രിക്കി ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും അത് എക്സാമിന്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പം തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.